ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കേരളം ഇന്നു മുതൽ അതിദരിദ്രരില്ലാത്ത നാടായി മാറിയെന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. 64,005 എന്ന കണക്കിൽ നിന്നും സാങ്കേതികത്വം മാറ്റി കൂട്ടിച്ചേർത്ത ഒരാളുടെ കണക്കുകൂടി അത് 64,006 ആയ കഥയാണ് മുഖ്യമന്ത്രി ഇന്ന് വിവരിച്ചത്. ദുരിതമനുഭവിക്കുന്ന ഒരാളെയെങ്കിലും കരകയറ്റുക എന്നത് ശ്ലാഘിക്കപ്പെടേണ്ട പ്രവർത്തനം തന്നെയാണ്. പക്ഷേ ഈ കണക്കിലാണ് സംശയം. അതിദാരിദ്ര്യത്തിന്റെ സർക്കാർ നിർവചനമാണ് സംശയകരം. അതുന്നയിച്ചത് പ്രതിപക്ഷം മാത്രമല്ല, ഇവിടുത്തെ സമ്പദ് ശാസ്ത്രജ്ഞരുടേതാണ്, സാമൂഹ്യ പ്രവർത്തകരുടേതാണ് ഈ സംശയം. CDSലെ മുൻ ഡയറക്ടർമാരാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ സംസ്ഥാനദ്രോഹികളാക്കി സ്തുതിഘോഷണം നടത്തുന്നവരുടെ വാക്കുകൾ മയങ്ങുന്നത് യഥാർത്ഥ ലക്ഷ്യങ്ങളെ സംശയത്തിലാക്കുന്നുമുണ്ട്. എല്ലാ പത്രങ്ങളിലും മുഴുപ്പേജ് പരസ്യം നൽകി താരങ്ങളെ ക്ഷണിച്ച് അതിദാരിദ്ര്യർക്കായി അനുവദിച്ചതിൽ നിന്നു തന്നെയുള്ള തുകയെടുത്ത് നടത്തിയ ആഘോഷ പരിപാടിയിലെ പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിനുള്ള മറുപടി നിറഞ്ഞു നിൽക്കുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്നവരെ കുറ്റം പറയാമോ? ആർഭാട പ്രഖ്യാപനമോ എന്നതാണ് ചോദ്യം. CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, ആദിവാസി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചിത്ര നിലമ്പൂർ, NP ചെക്കുട്ടി, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ ശ്രീകുമാറിലേക്ക് പോകുന്നു. ശ്രീകുമാർ, ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേരള പിറവി ദിനത്തിലാണ്. ചരിത്രപരമായൊരു ദിനമായി ഇന്നത്തെ ദിനത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി, ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഏക സംസ്ഥാനമായി കേരളം മാറുകയാണ്. ആ കണക്കുകളിൽ മാത്രമാണോ എതിർപ്പുള്ളത്? അതല്ല, ഈ ഒരു മുഴുവൻ പ്രഖ്യാപനവും തട്ടിപ്പെന്ന VD സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെ വാചകം തന്നെയാണോ അങ്ങേക്കും ചേർത്ത് പറയാനുള്ളത്? നോക്കൂ, ഇത് ശ്രീമതി സ്മൃതി, എനിക്കിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടിയുടെ പ്രസംഗമാണ്. അത് ഞാൻ ആദ്യമേ തന്നെ മമ്മൂട്ടി അഭിനന്ദനം അർഹിക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഇന്ന് വൈകുന്നേരം ഒരു വലിയ വാഴ്ത്തുപാട്ടായിട്ടൊക്കെ തീരുമെന്നൊരു ഭയമൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. അവർ ക്ഷണിക്കപ്പെട്ട കമൽഹാസനും മോഹൻലാലും ഒന്നും എത്തിയില്ല. അതുമാത്രവുമല്ല, അവരെത്താതിരുന്നതിൻ്റെ കാരണം വ്യത്യസ്തമായിരിക്കും, അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാകാം. പക്ഷേ ഈ 3 പേരും, കമൽഹാസനും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കേരളീയം പരിപാടിയിൽ ഒന്നിച്ചെത്തിയിരുന്നു. അന്ന് നല്ലൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ കേരളീയം പിന്നീട് വലിയ വിമർശന വിധേയമായി. അതിൻ്റെ ചെലവിനെക്കുറിച്ചൊക്കെ വലിയ പ്രശ്നം വന്നു. അപ്പോൾ പിന്നെ ഇത്തവണ ആ 2 പേരും മാറിയിരുന്നത് പല കാരണങ്ങൾ കൊണ്ടാവും. ഞാനതിൽ രാഷ്ട്രീയവും കാണുന്നുണ്ട്. അതെൻ്റെ രാഷ്ട്രീയം മാത്രമാണ്. പിന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം മാത്രമല്ലല്ലോ. ഇടതുപക്ഷ ബൗദ്ധിക തലത്തിൽ പ്രവർത്തിക്കുന്ന KP കണ്ണനും RBG മേനോനും മുൻ മുഖ്യമന്ത്രിയും CPIയുടെ സമുന്നതനുമായിരുന്ന C അച്യുതമേനോൻ്റെ മകൻ ഡോക്ടർ രാമൻകുട്ടിക്കൊക്കെയുള്ള അഭിപ്രായമാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്ത് വരികയാണ്. പക്ഷേ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അസാധാരണമായ ഒരുപാട് കാര്യങ്ങൾ കാണുകയാണ് ശ്രീമതി സ്മൃതി കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട്. കാരണം ഒരു വോട്ടെടുപ്പ് വർഷത്തിൽ സാധാരണ ഭരിക്കുന്ന പാർട്ടി ഇത്രയും ഭയപ്പെടാറില്ല. കാരണം മൂന്നാമതും ഭരിക്കണമെന്നുള്ള ഒരു അത്യാർത്തി കൊണ്ടുണ്ടാകാവുന്ന ഒരു ഭയമായിരിക്കാം അത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അവിടെ ആ മൈതാനത്ത് നടത്തിയ പ്രസംഗത്തിൽ, നമ്മൾ സാധാരണ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപനത്തിന് അതിദാരിദ്ര്യത്തിൻ്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ അതിൻ്റേതായ ഒരു ചടങ്ങും ശോഭയൊക്കെ ഉണ്ടാകും. ഇന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് അവിടെ നടത്തിയത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കണക്കുകളൊക്കെ ഉണ്ടല്ലോ, ആ കണക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഇവരെ ഇത് തട്ടിപ്പാണെന്ന് പറയാൻ കാരണം, ഇവർ നടത്തുന്ന എല്ലാ പരിപാടികളും ഇത് തന്നെയാണ്. പറഞ്ഞതേ നടപ്പാക്കൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കേരളയിൽ അവർ പറഞ്ഞതല്ലേ, അവർ നടപ്പാക്കിയില്ലല്ലോ. ഫോൺ നടപ്പാക്കിയിട്ട് എന്തായി? പാതി വഴി എത്തി നിന്നില്ലേ? ഇനി ഇതൊക്കെ പോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ജോബ് ഫെയർ ഉണ്ടല്ലോ, ആ ജോബ് ഫെയറിൻ്റെ അവസ്ഥ എന്താ? അതുപോലെ തന്നെ ഈ അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ, അതിദാരിദ്ര്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ അതൊരു വിഷയമാക്കണം. കാരണം ദാരിദ്ര്യമുണ്ടല്ലോ, ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് സ്മൃതി? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത മനുഷ്യനുള്ള നാടാണെങ്കിൽ അത് ദാരിദ്ര്യം തന്നെയല്ലേ? ഈ അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ക്രൂരമായ കൊലപാതകം എന്ന് പറയുന്ന പോലല്ലേ? കൊലപാതകം തന്നെ ക്രൂരമാണ്, പിന്നെ ക്രൂരം എന്നുള്ള വിശേഷം കൂടെ ചേർക്കണ്ടല്ലോ. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതിൽ അതിദാരിദ്ര്യം പെടുമെന്നാണ് എൻ്റെ ഒരു കണക്ക്. കാരണം ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു പണമില്ലാണ്ട്, വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആത്മഹത്യ ചെയ്യുന്നു, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്നു. അതൊക്കെ ദാരിദ്ര്യത്തിൻ്റെ കാരണമല്ലേ? പണമുണ്ടെങ്കിൽ ആരവിടെ ആത്മഹത്യ ചെയ്യുക?
അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നതിൻ്റെ നിർവചനത്തിൽ പട്ടിണി മാത്രമല്ല ഒരുപാട് വിഷയങ്ങളുണ്ട്. പണം ഒരു ഘടകമാണ്, തൊഴിൽ ഘടകമാണ്. ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ അതിദാരിദ്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഇവരിറക്കിയ ഏതെങ്കിലും പോസ്റ്ററിൽ കേരളത്തിലെ തൊഴിൽ രഹിതരുടെ കാര്യം പറയുന്നുണ്ടോ? തൊഴിലില്ലായ്മയുടെ കാരണം ഇവർ ഒളിപ്പിച്ചു വയ്ക്കുകയല്ലേ തൊഴിലില്ലായ്മ. PSCയുടെ കാര്യങ്ങളും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും ഒക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നമ്മൾ അസാധാരണമായ കാഴ്ചകൾ കാണുകയാണ്. ജയിക്കാൻ വേണ്ടി പലവിധ വിധേയത്വം, പക്ഷേ ശ്രീകുമാർ, ഇതിന് സർക്കാർ ആവർത്തിച്ചു പറയുന്ന ഒരു വിശദീകരണം ഇത് പൊടുന്നനെ ഉണ്ടായതല്ല. 2023 ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് പടിപടിയായുള്ള പ്രവർത്തനം, അതിനൊടുവിൽ അത് കടന്നുപോയ വഴികളൊക്കെ വളരെ വിശദമായി തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ കണക്കാണ്. ആ കണക്കിന്റെ ആധികാരികത സംബന്ധിച്ച്, അത് തയ്യാറാക്കിയ രീതി സംബന്ധിച്ചൊക്കെ ഒരുപക്ഷെ വിമർശനങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇതിപ്പോൾ പൊടുന്നനെ ഇത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉണ്ടാക്കിയൊരു തട്ടിക്കൂട്ട് സർവേ എന്ന രൂപത്തിൽ പറയാൻ കഴിയില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും കഴിയില്ല. തട്ടിക്കൂട്ട് സർവേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ സർവേ നടത്തിയിട്ടുണ്ട്. ആ സർവേ എന്ന് പറഞ്ഞാൽ വിവിധ പഞ്ചായത്തുകളിലെ LDF ആണല്ലോ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവരുടെ സ്വരം മാറ്റിയിട്ടുണ്ട്. UDFനും ഇതിൽ അഭിമാനിക്കാമെന്നാക്കിയിട്ടുണ്ട്. ഇന്നലെ വരെ അത് സ്വന്തം കാര്യമായിരുന്നു. ഇന്നിപ്പോൾ വിമർശനം വന്നപ്പോഴേ UDF പഞ്ചായത്തുകളും ചെയ്തു എന്നാക്കി. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടെ നടത്തിയ സർവേ ആണെന്ന് വരുത്താനാണ്. ഇതൊക്കെ ആർക്കാണ് മനസ്സിലാവാത്തത്? അപ്പോൾ ഈ സർവേയെക്കുറിച്ച് സംശയം ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ വളരെ അവഗാഹമായ പാണ്ഡിത്യമുള്ളവരല്ലേ? അവരൊക്കെ ഇടതുപക്ഷക്കാരല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് സംശയം നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ നമ്മുടെ മഹാനടന്മാരെ ഞങ്ങൾ ഈ ചരിത്രപരമായ ഈ ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇതൊരു കൃത്യമായ കണക്കുകളൊന്നുമല്ല, ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മണ്ടത്തരം, അല്ലെങ്കിൽ ഒരു വസ്തുതാവിരുദ്ധമായ മണ്ടത്തരം എന്നുള്ള പിൻവലിക്കുകയാണ്, വസ്തുതാവിരുദ്ധമായ ഒരു പ്രഖ്യാപനം നടത്തുന്നതിൽ സാക്ഷികളായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പാടില്ല എന്നൊരു പക്ഷേ കമൽഹാസനും മോഹൻലാലും ചിന്തിച്ചിരിക്കാം. മമ്മൂട്ടി പിന്നെ അറിയാമല്ലോ, അദ്ദേഹം CPM ചാനലിൻ്റെ ചെയർമാനാണ്, അദ്ദേഹം ഒരു CPM സഹയാത്രികനാണ്. അതുകൊണ്ട് അതിൽ വിഷയമില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റാനിരുന്നവരെന്തായാലും അതിൽ ദയനീയമായിട്ട് അവർക്കൊരു പരാജയം സംഭവിച്ചെന്ന് പറയുന്നില്ല. പക്ഷേ അവർ വിചാരിച്ച പോലെ ഒരു വാഴ്ത്തുപാട്ടോടെ ഉണ്ടായില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മമ്മൂട്ടിയുടെ പ്രസംഗം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു മനുഷ്യനെ ആരെയാണെങ്കിലും ശരി, എത്ര വലിയ മനുഷ്യരാണെങ്കിലും ശരി, അവരെ ഒരു തവണയെ കബളിപ്പിക്കാൻ പറ്റുള്ളൂ, പലതവണ കബളിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ സർവേ ഉണ്ട്. കാരണം ഈ സർവേ ഒരൊറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സർവേ നടത്തിയ ഘട്ടത്തിൽ തന്നെ ഇതിൽ ഒരുപാട് അപാകം വന്നിരുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ദാരിദ്ര്യം, ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നവരെ അതിദാരിദ്ര്യമൊക്കെ കണ്ടെത്താനൊരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ഇതൊരു കൃത്യമായ കണക്കില്ലെന്ന് പറയുന്നത്. ഇപ്പോഴും ചോദിക്കുന്നു, ചീഫ് സെക്രട്ടറി പറഞ്ഞ എന്താ, ഇതൊരു അനൗപചാരിക സർവേ ആയിരുന്നു. അനൗപചാരിക സർവേ ആണെങ്കിൽ ഔപചാരിക പ്രഖ്യാപനം നടത്തുന്നത് ശരിയാണോ ഒരു ചോദ്യമൊക്കെ ഉയർന്നിട്ടുണ്ട്. അവിടെ ഞാൻ പറയുന്നത് പ്രതിപക്ഷത്തെ നിങ്ങൾ വിട്ടേക്കൂ, രാഷ്ട്രീയമാണ്. പക്ഷേ KP കണ്ണൻ കോൺഗ്രസ്സുകാരനല്ലല്ലോ, ആണോ? KP കണ്ണൻ കോൺഗ്രസ്സുകാരനല്ലല്ലോ, RVG മേനോൻ കോൺഗ്രസ് അല്ലല്ലോ, ഡോക്ടർ രാമൻകുട്ടി കോൺഗ്രസ് അല്ലല്ലോ. അതിലൊപ്പിട്ട ഒരുപാട് പേര് എടുത്തു നോക്കൂ. അവരുടെ സംശയം തീർത്തു കൊടുക്കുന്ന പകരം ഒറ്റക്കാരെ ഇന്നൊരു ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട് ഇവർ. എന്താ ക്യാപ്സ്യൂൾ എന്നറിയാമോ? ഞാനത് പറയുമ്പോൾ അത് സ്മൃതി തെറ്റിദ്ധരിക്കരുത്. അതായത് ഇന്നിപ്പം ഞാൻ ഒരുപാട് ചാനലുകൾ കണ്ടു. ഈ ചാനലിൽ ജനങ്ങളുമായി സംവദിക്കുന്ന ചില വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്തപ്പോഴേ എല്ലാ ചാനലുകളിലെയും ചില അവതാരകർ, എനിക്ക് അവരുടെ പേഴ്സണൽ രാഷ്ട്രീയം അറിയാം, വ്യക്തിപരമായ രാഷ്ട്രീയം അറിയാം, അവരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 4 വർഷം ഈ സർവേ നടത്തിയപ്പോൾ പ്രതിപക്ഷവും ഈ ചോദ്യം ചോദിച്ചവരെ എവിടെയായിരുന്നു? എന്താണ് അന്ന് അവർ ചോദിക്കാതിരുന്നത്? ഇത് ഞാൻ കൈരളി ചാനലിൽ കണ്ടു, മറ്റ് 3-4 ചാനലുകൾ കണ്ടപ്പോൾ ഇന്നലെ MP രാജേഷ് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണത്. അല്ല, ഇന്നലത്തെ ചോദ്യമല്ല, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് കേൾക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആയിക്കോട്ടെ, അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ക്യാപ്സ്യൂൾ ഇറക്കുന്നതിൽ ഇവർ വിദഗ്ധരാണല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ, ഇത് വിമർശന വിധേയമായി എന്ന് മനസ്സിലായപ്പോൾ ഇവരുടെ ശബ്ദവും മാറ്റി. അതുപോലെ തന്നെ ഇവരിപ്പോൾ അത് UDFനെയും കൂടെ കൊണ്ടുവരികയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്നുള്ളതെന്നൊക്കെ പറയാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇത് മാറ്റപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ദാരിദ്ര്യമുണ്ട്. ഇത് 8 മാസം കഴിയുമ്പം ഇവരുടെ സ്വരവും മാറും. ശരി, അഡ്വക്കേറ്റ് K. സരൺകുമാർ മറുപടി നൽകണം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ അതിദാരിദ്ര്യ മുക്ത കേരളമായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ തുടക്കത്തിൽ അത് കടന്നു വന്ന വഴികളൊക്കെ വിശദീകരിച്ചു. പിന്നീട് അതൊരു രാഷ്ട്രീയ പ്രസംഗമായി മാറുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിനുള്ള മറുപടി സഭയിൽ തന്നെ മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ടല്ലോ. ഈ പരിപാടി ആ രൂപത്തിലാണ്, നിങ്ങൾ എങ്ങനെയാണ് അതിനെ സ്വാംശീകരിച്ചതെന്ന് നിങ്ങൾ വിവരിക്കുന്നത്. അതിന് വിരുദ്ധമായി
പ്രതിപക്ഷത്തിനുള്ള മറുപടിയായി, അതായത് ഇടത് സർക്കാരുകൾ ഭരിക്കുമ്പോൾ മാത്രമാണ് കേരളം ഉണ്ടായിരുന്നത് എന്ന മട്ടിൽ പല കാര്യങ്ങളിലും ഉള്ള മറുപടിയായി മാറുന്നുണ്ട് ആ പ്രസംഗത്തിന്റെ അവസാനം. അങ്ങനെയാണോ ഒരു അതിദാരിദ്ര്യമുക്ത കേരളത്തെ പ്രഖ്യാപിക്കുക എന്ന ആദ്യ ചോദ്യത്തിന് അങ്ങയുടെ മറുപടി? ഇവിടെ അസാധാരണമായി ഒരു സംഭവം നടക്കുമ്പോൾ അതാണ് വാർത്ത. ലോകത്തൊരിടത്തുമില്ലാത്ത, പ്രത്യേകിച്ച് ഒരു രാജ്യത്ത് മാത്രമുള്ള ചൈനയിൽ മാത്രം സംഭവിച്ച ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുകയാണ്. അത് എല്ലാ മാധ്യമങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ ഈ വാർത്ത സംപ്രേഷണം ചെയ്തിരിക്കുന്നു. എന്നാൽ റിപ്പോർട്ടർ ചാനലിന്റെ ഈ ചർച്ചയുടെ ഒരു ഹെഡിങ് ആർഭാട പ്രഖ്യാപനമോ എന്നതാണ് ഒരു കാർഡ്. വളരെ നിർഭാഗ്യകരമാണ്. കാരണം മലയാളത്തിലെ ഒരു ചാനൽ എന്ന രൂപത്തിൽ എല്ലാവരും അഭിമാനം കൊള്ളേണ്ട, അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. ഏറ്റവും അഭിമാനം കൊള്ളേണ്ട ഒരു മുഹൂർത്തത്തിൽ ഈ ദിവസം തന്നെ അതൊരു ആർഭാട പ്രഖ്യാപനമാണോ എന്ന് ചോദിച്ചതിലുള്ള ഒരു പ്രതിഷേധം ഞാൻ ആദ്യമാണ്. ഇവിടെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ തന്നെ 2021 പ്രകടന പത്രിക അത് എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് പ്രകടന പത്രിക. ഈ പ്രകടന പത്രികയിൽ തന്നെ ഏറ്റവും ഗൗരവത്തോടെ മുന്നോട്ട് വെച്ച ഒരാശയമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളത്. അതിനുശേഷം 99 സീറ്റോടെ LDF അധികാരത്തിൽ വന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനമെടുക്കുന്നു. ഫസ്റ്റ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ്, ഞങ്ങൾ ഈ കേരളത്തെ അതിദാരിദ്ര്യ വിമുക്തമാക്കും, അതിനു വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കുന്നു. അന്ന് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് ആ പത്രസമ്മേളനത്തിൽ 2025 നവംബർ 1, കാരണം ഒരു 5 വർഷം കൊണ്ട് ഞങ്ങൾ ഈ പദ്ധതി പൂർത്തീകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം കിലയുടെ നേതൃത്വത്തിൽ ഒരു ബുക്ക്ലെറ്റ് പുറത്തിറക്കുന്നു. എന്തൊക്കെയാണ് മാനദണ്ഡം, ആരൊക്കെയാണ് സർവേ നടത്തേണ്ടത്, ഇതിന്റെ എല്ലാ ഘടനയും കൃത്യമായി വിശദീകരിക്കുന്നു. 941 ഗ്രാമപഞ്ചായത്തുണ്ട് കേരളത്തിൽ. അതിൽ 41% പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും എല്ലാം എടുത്ത് പരിശോധിച്ചാൽ 40% UDF ആണ് ഭരിക്കുന്നത്. ഇവരെല്ലാം കൂടിയോജിച്ച് തന്നെ MLA മാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, ക്ലബ്ബുകൾ, വായനശാലകൾ, ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാവരും കൂട്ടിയോജിപ്പിച്ചിട്ടാണ് സർവേയും പരിശോധനയും ഇടപെടലും എല്ലാം നടത്തുന്നത്. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ N. ശ്രീകുമാറിന് നന്നായിട്ട് അറിയാമല്ലോ ഗ്രാമസഭകളുടെ പ്രത്യേകത. ഒരു ഗ്രാമത്തിൽ ഉള്ള 100-300 വീടുകൾ, ആ വീടുകളിലുള്ള ആളുകൾ കൂടിയിരുന്ന് ആ ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും. 1996 മുതൽ 30 കൊല്ലമായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ലിസ്റ്റ് ഗ്രാമസഭയാണ് പാസ്സാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആ ലിസ്റ്റിൽ അനധികൃതമായി ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അതിൽ കണ്ടുപിടിക്കാത്തതുണ്ടെങ്കിൽ, ഉൾപ്പെടാത്തതുണ്ടെങ്കിൽ ആ ഗ്രാമസഭ അത് ചൂണ്ടിക്കാണിക്കില്ലേ? ആ ഗ്രാമസഭയിൽ എല്ലാ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ട, മതത്തിൽപ്പെട്ട, ജാതിയിൽപ്പെട്ട എല്ലാവരും കൂടിയിരിക്കുന്നതല്ലേ ഗ്രാമസഭ? അപ്പൊ അത്തരത്തിലൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. ആ ലിസ്റ്റ് കൃത്യമായി സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തുന്നു. എന്നിട്ട് ആ ലിസ്റ്റ് പ്രകാരം എന്തൊക്കെയാണ് വേണ്ടത്, വീടാണോ വേണ്ടത്, വിദ്യാഭ്യാസമാണോ വേണ്ടത്, ഗതാഗതമാണോ വേണ്ടത്, അതുപോലെ തൊഴിലാണോ വേണ്ടത്, മറ്റു തരത്തിലുള്ള പരിഗണനയാണോ വേണ്ടത്, ഭക്ഷണമാണോ വേണ്ടത്, ആധാർ കാർഡാണോ, റേഷൻ കാർഡാണോ, ഇതെല്ലാം പരിശോധിച്ചിട്ട് ഓരോ കുടുംബത്തിനും ഒരു സൂക്ഷ്മ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു. 4.5 വർഷം എടുത്ത് ആ പ്രോസസ്സ് പൂർത്തീകരിക്കുന്നു. ഈ 30/10/2025 വരെ ഒരു പരാതിയും ഉയർന്നിട്ടില്ല. അങ്ങേക്ക് അറിയാമായിരിക്കും, കഴിഞ്ഞ ആഴ്ച എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ പഞ്ചായത്തിൽ വൻ പ്രഖ്യാപനമുണ്ടായി. UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഇതുപോലെ അതിദാരിദ്ര്യ വിമുക്തമായി എന്നുള്ള പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിൽ പങ്കെടുത്തത് ബഹുമാന്യനായ ഹൈബി ഈഡൻ MP അതുപോലെ എറണാകുളത്തെ MLA അതുപോലെ നമ്മുടെ മന്ത്രിയുമാണ്. ആ മന്ത്രി ഇത് പ്രഖ്യാപിക്കുമ്പോൾ MP MLA UDFന്റെ MLA ഇരുന്ന് കൈയടിച്ച് ആ UDF ഭരിക്കുന്ന പഞ്ചായത്ത് അതിദാരിദ്ര്യ വിമുക്തമായിട്ട് പ്രഖ്യാപിക്കുക. ആ സമയത്തും ഒരു പരാതിയില്ല. എപ്പോഴാ പരാതി വരുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി പ്രകടന പത്രികയിൽ പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നു. വീട്ടമ്മമാർക്ക് പെൻഷൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഞങ്ങളെ കളിയാക്കിയ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ശ്രീ N. ശ്രീകുമാർ അടക്കം പല ചർച്ചകളിലും ഈ ആശയത്തെ കളിയാക്കിയിട്ടുണ്ട്. അതുപോലെ വർക്ക് ടു കണക്ട്, ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് കൃത്യമായി 1000 രൂപ വീതം മാസം കൊടുക്കുന്ന 5 ലക്ഷം പേരെ കണക്ട് ചെയ്യുന്ന പദ്ധതി പ്രഖ്യാപിക്കുക. 64 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ, 32 ലക്ഷം പേർക്ക് ഇപ്പോൾ വീട്ടമ്മമാർക്ക് പെൻഷൻ, 5 ലക്ഷം യുവാക്കൾക്ക് പെൻഷൻ. അങ്ങനെ 18 വയസ്സിന് മുകളിലുള്ള 2.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ 1,05,00,000 പേർ ഗവൺമെന്റിന്റെ പ്രത്യേക പരിഗണനയ്ക്ക് കീഴിൽ വരിക. ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ തുടക്കത്തിൽ ഞാൻ ശ്രീ ശ്രീകുമാറിനോട് ചോദിച്ച കാര്യങ്ങളാണ്. ഈ പ്രകടന പത്രികയിലെ കാര്യം അങ്ങ് പറഞ്ഞു നന്നായി. ആ പ്രകടന പത്രികയിൽ പക്ഷേ പറയുന്ന കണക്ക് എത്രയാണ്?
4.5 ലക്ഷമല്ലേ, 4.5 ലക്ഷം അതിദരിദ്രർ എന്നാണ് പറയുന്നത്. അവരുടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്ന് പറയുന്നു. ശരി, നിങ്ങളെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. കഴിഞ്ഞ മാസം നിയമസഭയിൽ മന്ത്രി ജി ആർ അനിൽ നൽകിയ മറുപടിയിൽ പറയുന്നത് അതിദരിദ്രരുടെ എണ്ണം 5 ലക്ഷം എന്നുള്ളതാണ്. അത് അന്നയോജന ലഭിക്കുന്ന അതിദരിദ്രരാണ്. അപ്പോൾ നിങ്ങൾ ഈ അതിദരിദ്രരെ വേറൊരു നിർവചനത്തിലാണ് കൊണ്ടുവരുന്നത്. രേഖകളില്ലാത്തവർ, അല്ലെങ്കിൽ അഗതികൾ എന്ന പ്രയോഗം എത്രത്തോളം ശരിയാണെന്നറിയില്ല. നിരാലംബർ എന്ന രൂപത്തിൽ കഴിയുന്നവരെയാണ് രേഖകളില്ലാത്തവർ, ഒരു തരത്തിലും ഗതിയില്ലാതെ കടത്തിണ്ണയിലൊക്കെ കിടക്കുന്നവർ, അവരെയാണ് നിങ്ങൾ ഈ 64,006 എന്ന കണക്കിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ അന്നയോജന വഴി ചെറിയ സഹായം ലഭിക്കുന്ന അതിദരിദ്രർ ഇപ്പോൾ എന്താണ്? അവർ അതിദരിദ്രരല്ലേ? അതിദരിദ്രരെ നിങ്ങൾ രണ്ടാക്കിയോ? 2 തരം അതിദരിദ്രരാണോ കേരളത്തിലുള്ളത് എന്ന ചോദ്യം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന 64,000 പെടുത്തുന്നത് ഈ പറയുന്ന അന്നയോജനയിൽ പെടുന്നവർ അതിൽ പെടുന്നില്ല. ഇവിടെ അങ്ങ് പറഞ്ഞു നിയമസഭയിൽ ചോദ്യത്തിന്റെ മറുപടിയിൽ ഭക്ഷ്യവകുപ്പ് കൊടുത്ത മറുപടി, മന്ത്രി കൊടുത്ത മറുപടി. എന്താണ് മറുപടി? അതിദരിദ്രർ ഇവിടെ ഉണ്ട് എന്നാണോ? ആ റേഷൻ കാർഡ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പറയുന്ന ആ പ്രത്യേക കാർഡ്, ആ കാർഡ് ഉള്ളവരാണോ എന്താണ് മറുപടി? ആയിക്കോട്ടെ, ആ കാർഡ് ഉള്ളവരാണ്, കാർഡുള്ള അതിദരിദ്രരാണ്. തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാർഡുള്ളവർ തന്നെയാണ് അരുൺകുമാർ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അവർ സമ്പന്നരല്ലോ, അവർ അതിദരിദ്രരാണല്ലോ. ആ അതിദരിദ്രർക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ അന്നയോജന വഴി കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. ആയിക്കോട്ടെ, അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ കിട്ടുന്നു എന്നതുകൊണ്ട് അവർ അതിദരിദ്ര അല്ലാതാകുന്നില്ലല്ലോ. അതാണ് ചോദിച്ചത്. 2 തരം ആളുകളെയാണോ നിങ്ങൾ നിർവചിക്കുന്നതെന്ന്? ഒരിക്കലുമല്ല. ഇവിടെ കൃത്യമായി കില തയ്യാറാക്കിയ മാനദണ്ഡ പ്രകാരം, കേരളം പൊതുസമൂഹം അംഗീകരിച്ച മാനദണ്ഡ പ്രകാരം അതിദരിദ്രരെ നിർവചിച്ചിട്ടുണ്ട്. എങ്ങനെയാ? സ്വന്തം അവസ്ഥ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അത് മറികടക്കാൻ ശേഷിയില്ലാത്തവർ. സ്വന്തം അവസ്ഥ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി നമ്മുടെ അവസ്ഥ മറികടക്കാൻ ശേഷിയില്ലാത്തവർ. 2, ഉപജീവനവും അതിജീവനവും നേടാൻ ശാരീരികവും മാനസികവുമായിട്ടുള്ള ശേഷിയില്ലാത്തവർ. 3, മാനസിക വെല്ലുവിളി, വാർദ്ധക്യം, തീരാവാദി തുടങ്ങിയ കാരണങ്ങളാൽ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവർ. അതായത് തങ്ങൾക്ക് വേണ്ടി വാദിക്കാനോ ശബ്ദമുയർത്താനോ പോലും കഴിയാത്തവരാണ്. തങ്ങൾക്ക് വേണ്ടി വാദിക്കാനോ ശബ്ദമുയർത്താനോ പോലും കഴിയാത്തവരാണ് അതിദരിദ്രം. ഇവിടെ ഇത്ര ആളുകൾ കാർഡ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായി കാർഡ് ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. ആ കാർഡിൽ തന്നെ ആനുകൂല്യം വാങ്ങിക്കുന്നവരും അതിനുശേഷം സാമ്പത്തികമായി മെച്ചപ്പെട്ടവരെല്ലാം ഉണ്ടാവും. പക്ഷെ ഏതെങ്കിലും തരത്തിൽ കാർഡ് കട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പെൻഷൻ കൊടുക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് മസ്റ്ററിംഗ് നടത്തുന്നത് എന്തിനാ? ഇതിനിടയിൽ സാമ്പത്തിക അവസ്ഥ ഉയർന്നോ എന്ന് പരിശോധിക്കാനാണ്. ഇപ്പൊ ഇത്തരത്തിൽ ഉള്ള പല ആരോപണങ്ങൾ അല്ലെങ്കിൽ പല നിർദ്ദേശങ്ങൾ ഇതൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിലുള്ളതാണ്. ഒരു നിർവചനം മുന്നോട്ട് വെക്കുന്നു, 4.5 വർഷം അതിന്റെ പഠനം നടത്തുന്നു, ഇടപെടുന്നു. ഈ ലിസ്റ്റ് വന്നതെന്നാ 2022 തന്നെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു, 64,006. ഇതുവരെ അതിലൊരു ഒബ്ജക്ഷൻ താങ്കളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളുടെ നിങ്ങൾ പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു എന്ന ഘട്ടത്തിൽ തന്നെ നോക്കൂ. ആദ്യം മനസ്സിലാക്കേണ്ടത് അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇതിൽ ഈ പ്രതിഷേധം അല്ലെങ്കിൽ വിയോജനക്കുറിപ്പ് എഴുതിയത് പ്രതിപക്ഷമല്ല. പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷവാദങ്ങൾ എന്ന നിലയ്ക്ക് മാറ്റി നിർത്തൂ. അതല്ലല്ലോ, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ തരത്തിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞരടക്കം സാമൂഹ്യ പ്രവർത്തകരടക്കം ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളെ അവഗണിക്കാൻ പറ്റില്ലല്ലോ. നോക്കൂ, നമ്മുടെ കൂടെ ചിത്ര നിലമ്പൂർ ഇരിക്കുന്നു. ചിത്ര സംസാരിക്കും. ആദിവാസി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റാണ്. ഈ പറയുന്ന ഈ 64,006 എന്ന പട്ടികയിൽ ഈ പറഞ്ഞ നിങ്ങൾ കണ്ടെത്തിയ അതിദരിദ്രരിൽ എത്ര ആദിവാസികളുണ്ടെന്ന് അറിയാമോ? 5%. എത്ര ദളിത് വിഭാഗമുണ്ടെന്ന് അറിയാമോ? 20%. അത്രയേ ഉള്ളൂ. ബാക്കി ആദിവാസി വിഭാഗമൊക്കെ അതിദരിദ്രരല്ല എന്നാണോ അങ്ങ് പറയുന്നത്? ബാക്കി എല്ലാവർക്കും രേഖയുണ്ടെന്നാണോ പറയുന്നത്? അങ്ങനെയെങ്കിൽ ചിത്ര പറയട്ടെ. ചിത്രയ്ക്ക് അറിയാമല്ലോ. ചിത്ര, എന്ത് ചിത്രമാണ് നിങ്ങൾക്ക് സർക്കാരിന് മുന്നിൽ വെക്കാനുള്ളത്? ഇപ്പോൾ അതിദരിദ്രരില്ലാത്ത ഒരു കേരളമായി മാറി എന്ന പ്രഖ്യാപനമാണല്ലോ അല്പം മുൻപ് മുഖ്യമന്ത്രി നടത്തിയത്. ചിത്ര. അതെ, ഈ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരെ മുഖ്യമന്ത്രി കൊന്നുകളയാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ സംഘടന തന്നെ നേതൃത്വം കൊടുക്കുന്ന 2 സമരങ്ങളാണ് വയനാട് മരിയനാട് നടക്കുന്നത്. അതുപോലെ മലപ്പുറം കലക്ട്രേറ്റിൽ നമ്മൾ കണ്ടു, എത്രയോ വർഷങ്ങളായിട്ട് 2 വർഷമായിട്ട് സമരം നടക്കുക. എന്തുകൊണ്ടാണ് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഇന്നും തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്? ആ ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് റേഷൻ കാർഡില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്നും അവർ യാചിക്കുകയാണ്. ഒരു തുണ്ട് ആഹാരത്തിന് വേണ്ടിയിട്ട് അവർ യാചിക്കുകയാണ്.
അതുപോലെ നിങ്ങൾ അവിടെ നിന്ന് നടന്നു പോകണം. ഈ മുഖ്യമന്ത്രി, ഈ പറയുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കേളു മന്ത്രി ഒന്ന് നടന്നു പോയി നോക്കണം. അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ എന്താണ്, അവിടുത്തെ ഗർഭിണികളുടെ അവസ്ഥ എന്താണ്. അപ്പോൾ ഈ ഒരു ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുമ്പോൾ ഞങ്ങളെ മനുഷ്യരായി പരിഗണിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്ക്. ഇപ്പോൾ എത്രയോ നമുക്കറിയാം, പട്ടികൾ, നായകൾ അല്ലേ, അവരെ പോലും സംരക്ഷിക്കാനും അവർക്ക് പോലും ഭക്ഷണം കൊടുക്കാനും ഇന്ന് ആളുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആദിവാസികൾക്കില്ല. ഇപ്പോൾ ഈ പറയുന്ന 35 കിലോ അരി ഉണ്ട് എന്ന് പറയുമ്പോൾ 25 കിലോ അരിയാണ് കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, മലപ്പുറം ജില്ലയിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇടിവണ്ണ എന്ന് പറയുന്ന ഒരു കോളനിയിൽ ഒരു വീട്ടിൽ 23 പേരാണുള്ളത്. അവർക്ക് ഇന്നും വീടില്ല. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. അവരെവിടെ കിടക്കുന്നത്? ആട് കിടക്കുന്ന കൂടിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 23 പേര് 25 കിലോ അരി. ആദിവാസി മേഖലയെ സംബന്ധിച്ച് 4 നേരം കഞ്ഞിയാണ് കുടിക്കണം. ഇതിൻ്റെ ഇടയിൽ പലഹാരങ്ങളില്ല. ഓരോ വീട് കയറി ഇറങ്ങുമ്പോൾ നമുക്കറിയാം, അവിടെയാണ് നമ്മൾ പറയുന്നത് എന്ത്, അത് ദാരിദ്ര്യം ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കുകയാണ്. ചിത്ര, അവർക്ക് രേഖകളുണ്ടോ? കാരണം ഇപ്പോൾ രേഖകളില്ലാത്തവരെയാണ് അതിദരിദ്രരായി, അതാണ് ഒരു മാനദണ്ഡമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രേഖകളുള്ളവരാണോ ഇല്ലാത്തവരാണോ? രേഖകളില്ലാത്തവരാണ് ഭൂരിഭാഗം ആദിവാസികളും. അതായത് റേഷൻ കാർഡ് ഇല്ല. റേഷൻ കാർഡ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ബാക്കിയുള്ള രേഖകൾ ഉണ്ടാവുള്ളൂ. രേഖകൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബാക്കിയുള്ള അപേക്ഷകളും പദ്ധതികളിലൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്നും ഞാൻ പറയില്ല, എനിക്ക് കൂടുതലൊന്നും ഇതിൽ പറയാനില്ല. പട്ടിണി എന്ന് പറയുന്ന ആ പട്ടിണി പാവങ്ങൾ, അത് ആദിവാസികൾ മാത്രമല്ല, പട്ടികജാതി വിഭാഗത്തിലും ഇതാണുള്ളത്. നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പട്ടികജാതി വിഭാഗത്തിൽ വരുന്നതല്ല, നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഭാഗം കൂടിയാണ് പട്ടികജാതി എന്ന് പറയുന്നത്. അവരും ഈ ആദിവാസിക്ക് തുല്യമാണ്. ഇപ്പോൾ ആദിവാസി ഭൂസമരം ചെയ്യുമ്പോൾ പട്ടികജാതിക്കാർ ഈ കിടക്കുന്ന അവരെ ഒരു 3 സെന്റ് ഉണ്ടെങ്കിൽ അത് ആ പാവങ്ങൾ പണയം വെച്ചിരിക്കുക. എന്തിനു വേണ്ടി? വിദ്യാഭ്യാസത്തിന് വേണ്ടി. അതാരും ചർച്ച ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗക്കാർ തുല്യമായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നാണ് പറയണത്. ഇപ്പം തന്നെ നമ്മളെ ആദിവാസി മേഖലയിൽ ആരോഗ്യമില്ലാത്ത സ്ത്രീകളാണ്. ഈ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന പദ്ധതികൾ കുറയില്ലേ? നമ്മളെ ഏറ്റവും വലിയൊരു സ്റ്റേറ്റാന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന്റെ ഫണ്ട് കുറയില്ലേ? ഞങ്ങളത് ചിന്തിക്കണേ. ഇപ്പം നിലവിലുള്ള പദ്ധതി പോലും ഞങ്ങൾക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഞങ്ങളെ മക്കൾക്ക് പഠിക്കാൻ ഗ്രാൻഡ് ഇല്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇല്ല. ഇപ്പോൾ നിലമ്പൂരിലൊക്കെ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു, ആംബുലൻസ് കിട്ടാതെ, വാഹനം കിട്ടാതെ മരണപ്പെട്ടു 2-3 ആളുകൾ ഈ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ. എന്തുകൊണ്ട്? ഫണ്ടില്ല ഞങ്ങൾക്ക് ചികിത്സയ്ക്ക് തരാനുള്ള ഫണ്ടില്ല, കുട്ടികൾക്ക് പഠിക്കാനുള്ള ഫണ്ടില്ല. ഒരു ഫണ്ടും ഇല്ല എന്ന് പറയുമ്പോഴാണ് പറയുന്നത് നമ്മളെ സ്റ്റേറ്റ് 1ാം സ്ഥാനത്താണെന്ന്. അപ്പൊ ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ ഗ്രാമസഭകളാണ് കണക്കുണ്ടാക്കുന്നത്, പഞ്ചായത്തുകൾ തോറുമാണ് കണക്കുണ്ടാക്കുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വാദം. അപ്പോൾ ഇവർക്കിടയിലേക്ക് ഈ സർവേക്കായി ആരും എത്തിയിട്ടില്ല എന്നാണോ ചിത്ര പറയുന്നത്? കള്ളക്കണക്ക്. കാരണം നിങ്ങൾക്കറിയോ, ഞാനൊരു കാട്ടിൽ താമസിക്കുന്ന ഒരാളാണ്. അതുപോലെ ഗുഹാവാസികളായ ആള് എത്ര ഉദ്യോഗസ്ഥർ നടന്നുപോയി. കള്ളക്കണക്കാണ്. ഒരു ആദിവാസിന്റെ അടുത്ത് ആരും നടന്നു പോയിട്ടില്ല. ഇനി ST പ്രൊമോട്ടർ കാര്യം പറയാം. ST പ്രൊമോട്ടർമാർക്ക് കൊടുക്കുന്ന ഓണറേറി എത്രേ? നമ്മൾ ഇവരെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഞങ്ങളെ വിഭാഗത്തിലുള്ള ഇവർ കിലോമീറ്റർ, എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകണമെങ്കിൽ ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ നടന്നു പോകണം. ഓട്ടോ വിളിച്ച് പോകണമെങ്കിൽ 100 രൂപ കൊടുക്കണം. ഒരു പ്രൊമോട്ടർക്ക് എങ്ങനെ സാധിക്കും? അവർ ഫോൺ വഴിയാണ് പല കാര്യങ്ങളും എടുക്കണം. ഞാൻ പറയുന്ന പ്രൊമോട്ടർ തന്നെയാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങളെ കണക്ക് കൊടുക്കുന്നത്. ആ പ്രൊമോട്ടർമാർ കൊടുക്കുന്ന കണക്ക് സത്യമല്ല. ഞങ്ങൾക്കറിയാം, എൻ്റെ ഫോണിലൊക്കെ എത്ര കോളുകളെ വരുന്ന പ്രൊമോട്ടർമാരത് നമുക്കത് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞങ്ങൾ വേറെ ജോലിയുള്ള ആളുകളല്ലേ. അപ്പോൾ ആദിവാസിന്റെ കണക്ക് പച്ചക്കള്ളമാണെന്നേ. ഒരു നല്ലൊരു കണക്ക് ഒരു ഞങ്ങളുടെ ഡയറക്ടറേറ്റിൽ വന്നിട്ടില്ല. അത് നടന്നു പോയി തന്നെ സർവേ എടുക്കണം. ഞാൻ TOമാര്, ട്രൈബൽ ഓഫീസറൊക്കെ പറയാം, കള്ളക്കണക്കേ ഉള്ളൂ. എത്ര വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് ചോദിച്ചാൽ അവർക്ക് ഉത്തരമല്ല. ഭൂമി ഇല്ലാത്തവർ എത്ര? ഞാൻ വിവരാവകാശം കൊടുക്കുന്ന ഒരാളാണ്. കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഒരു മാസം തന്നെ 3 പേര് വിവരാവകാശം കൊടുത്താൽ അതിൽ വേറെ വരുന്ന കണക്ക്. നമ്മൾ ചോദിക്കുമ്പോൾ വേറെ കണക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് വരെ കേരളത്തിലെ ആദിവാസികളെ കണക്ക് ഞങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ല. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ മറ്റുള്ളവർക്ക് കൈമാറുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കണക്ക് ശരിയല്ല. അതുപോലെ തന്നെ പട്ടികജാതിക്കാരെ കണക്കും ശരിയല്ല. പിന്നെ എവിടെ ഇവർ കണക്ക് ശരിയാന്ന് പറയുന്നത്? പിന്നെ ഞങ്ങൾക്ക് ഗ്രാമസഭ മാത്രമാണോ ഊരുകൂട്ടം? എവിടെയാണ് ഊരുകൂട്ടം കൂടുന്നത്? എത്ര മെമ്പർമാർ, എത്ര TOമാർ? ഒന്ന് പറയട്ടെ, കൃത്യമായി ഊരുകൂട്ടം കൂടുന്നത് എവിടെ? 3 മാസത്തിലൊരിക്കൽ ഞങ്ങൾക്ക് ഊരുകൂട്ടം കൂടണം. ഒരു സ്ഥലത്ത് ഊരുകൂട്ടം നടക്കുന്നില്ല. അവരെവിടെയോ പോയി മിനിസിൽ എഴുതി ഒപ്പിടണം, അവർ പദ്ധതി തയ്യാറാക്കണം, വെറുതെ കള്ളരേഖകൾ ഉണ്ടാക്കണം. ഇതാണ്. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് മാറ്റങ്ങൾ വരിക?
ശരി, ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ്. ശ്രീ എൻ പി ചെക്കുട്ടി, അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടോ? ഈ കണക്കുകളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? 64,006 എന്നതായിരുന്നു കണക്ക്. ഇപ്പോൾ ആ സ്ഥാനത്ത് 0 മാറിയിരിക്കുന്നു. അത് വളരെ സൂക്ഷ്മമായി തന്നെ അതിലൂടെ കടന്നു പോയതാണെന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗത്തിൽ പറയുന്നുണ്ടത്. 64,005 ആയിരുന്നു. എന്നിട്ട് സാങ്കേതികത്വം കൊണ്ട് ഒരാളെ മാറ്റി നിർത്തിയായിരുന്നു. അതുകൂടി പരിഹരിച്ചു കഴിഞ്ഞ് അത് 64,006 ആകുന്നു എന്ന്. അല്ല, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടാൽ സത്യത്തിൽ എന്താണ് ഇതിനോട് റിയാക്ട് ചെയ്യേണ്ടത് എനിക്കറിയില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിദരിദ്രർ എന്ന പേരിൽ ഈ അന്ത്യോദയ അന്ന യോജന AAY കാറ്റഗറിയിൽ ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകൾ കേരളത്തിൻ്റെ റെക്കോർഡ്സിലുണ്ട്. അത് അങ്ങേയറ്റം ദാരിദ്ര്യമുള്ള വിഭാഗങ്ങളാണ് ഈ AAY കാറ്റഗറിയിൽ വരുന്നത്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമിൽപ്പെട്ട, സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇത്തരം കാര്യങ്ങളിൽ ഈ ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ യാർഡ് സ്റ്റിക്കുകൾ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ യാർഡ് സ്റ്റിക്കുകൾ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ്. ഇപ്പം ബിലോ ദ പോവർട്ടി ലൈൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. എബവ് ദ പോവർട്ടി ലൈൻ, ബിലോ ദ പോവർട്ടി ലൈൻ. ഈ ബിലോ ദ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് UNDP പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ, ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളുടെ കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്താരാഷ്ട്ര മാനദണ്ഡമാണ്. ഈ മാനദണ്ഡം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പെർ ക്യാപിറ്റ ഇൻകം, ഒരാളുടെ വരുമാനവും പ്രതിശീർഷ വരുമാനം $2 താഴെയാണെങ്കിൽ നിങ്ങൾ ബിലോ ദ പോവർട്ടി ലൈനിൽ വരും. ഈ തരത്തിലുള്ള ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളുണ്ട്. ഇതിന് ഒരാളെ ദരിദ്രനാണ്, അതിദരിദ്രനാണ് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ അതെ, അത് ഡോളറിൽ കണക്കുമ്പോൾ ഈ $2 എങ്ങാണ്ട് വരിക. അപ്പോൾ ആ തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഈ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരളത്തിലുള്ള ഈ AAY കാറ്റഗറിയിൽ വരുന്ന ആളുകൾ 5 ലക്ഷത്തോളം ആളുകളുണ്ട്. ഈ 5 ലക്ഷത്തോളം ആളുകൾ ഈ 65,000 ആൾ കഴിച്ച് ബാക്കിയുള്ള 4 ലക്ഷത്തിൽ ചില ആളുകൾ എവിടെ പോയി? ഈ 4 ലക്ഷം ആളുകൾ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് അപ്രത്യക്ഷരായി. അവർ മരിച്ചു പോയിട്ടുണ്ടാവുമോ? അപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത ഈ സർക്കാരിനില്ലേ? 5 ലക്ഷം അതിദരിദ്രരുണ്ടായിരുന്ന സംസ്ഥാനത്ത്, അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ വരേണ്ട ആളുകളുള്ള സ്ഥലത്ത് പെട്ടെന്ന് അവരിൽ 4 ലക്ഷത്തോളം ആളുകൾ അപ്രത്യക്ഷരായി പോയെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അവരെല്ലാം മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ ഒറ്റയടിക്ക് പിന്നെ ഉയർന്ന സാമ്പത്തിക ശേഷിയിലേക്ക് വന്നിട്ടുണ്ടാവും. സാമ്പത്തിക ശേഷിയിൽ വരുന്നതിന് തടസ്സമൊന്നുമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു 10-30 കൊല്ലത്തെ കേരളത്തിൻ്റെ ആയാലും ഇന്ത്യയുടെ ആയാലും പിന്നെ ഡെവലപ്മെൻറ്റ് യാർഡ് സ്റ്റിക്ക് നോക്കിയാൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുണ്ട്, വരുമാനത്തിലുണ്ടായിട്ടുണ്ട്, പല മേഖലകളും ഉണ്ടായിട്ടുണ്ട്. നമുക്കിതൊക്കെ ചുറ്റും കാണാൻ കഴിയുന്നത്. പക്ഷേ കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഒരു 3-4 വർഷത്തിനകത്ത് ഏതാണ്ട് ഒരു 75-80% ആളുകളെ ആ പോവർട്ടി സിറ്റുവേഷനിൽ നിന്ന് മുകളിലേക്ക് വരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ നേട്ടം. പക്ഷേ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന മട്ടിൽ നമുക്ക് പറയാൻ പറ്റണം. അതിന് സർക്കാർ ശാരദീയ മുരളീധരൻ്റെ അവർ പറഞ്ഞൊരു കണക്കനുസരിച്ച് ഞങ്ങൾ പിന്നെ ഈ കുടുംബശ്രീൻ്റെ വഴിക്കും പിന്നെ ഈ പഞ്ചായത്തുകൾ വഴിക്കുമൊക്കെ ഏതാണ്ട് സർവേ നടത്തിയെന്നാണ്. ഇങ്ങനെ സർവേ നടത്താനുള്ള അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യില്ല. സർവേ ആർക്കും നടത്താം, എല്ലാവർക്കും നടത്താം. പക്ഷേ സർവേ നടത്തുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ മത്സരത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യമല്ല മത്സരത്തിൻ്റെ റൂൾസ്. ഇപ്പോൾ മത്സരത്തിന് അന്താരാഷ്ട്ര റൂൾസ് ഉണ്ട്. ആ റൂൾസ് അനുസരിച്ച് നിങ്ങൾ പെരുമാറണം. ഇതിലെന്താ സംഭവിച്ചിരുന്നത്? നിങ്ങൾ ഈ അതിദരിദ്രയുടെ കണക്കെടുക്കുമ്പോൾ നിങ്ങൾ എടുത്തു, അതിൻ്റെ രേഖകളൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് പരിശോധിക്കാനും അത് വസ്തുതകൾക്ക് അനുസരിച്ചുള്ളതാണ്, വസ്തുതയാണ് എന്ന് സർട്ടിഫൈ ചെയ്യാനുള്ള ഏജൻസികൾ ആരെങ്കിലും സ്വതന്ത്ര ഏജൻസികളല്ലാണ്ട് വേറെ ആർക്കാ ചെയ്യാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ സ്വതന്ത്ര ഏജൻസികളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഏജൻസി അവർ പിന്നെ ഈ പഠനങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന ഈ അവകാശവാദങ്ങൾ ശരിയാണോ? ഈ അവകാശങ്ങൾ വാദങ്ങൾ ശരിയാണെന്ന് ചോദിക്കാൻ അവർക്ക് എത്രയോ ഏജൻസികളുണ്ടാകും. ഇപ്പോൾ ഈ CDS ഫോർ എക്സാമ്പിൾ, CDS കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റൽ ഏജൻസിയാണ്. കേരളത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട വികസന വിഷയങ്ങളുമായിട്ട് കേരള വികസന പത്രിക ഉണ്ടാക്കുന്ന സമയത്ത് കേരള ഡെവലപ്മെൻറ്റ് ഓർഡറിനെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ വികേന്ദ്രീകൃത ആസൂത്രണത്തിനെ സംബന്ധിച്ച് ഈ കാലത്തൊക്കെ തന്നെ ആ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും എല്ലാ പ്രവർത്തനങ്ങളും മുന്നിൽ നിന്ന അക്കാദമിക് സ്ഥാപനമാണ് CDS.
അച്യുതമേനോൻ്റെ കാലത്തുണ്ടായതാണ്. കഴിഞ്ഞ 50 വർഷമായിട്ട് കേരളത്തിൻ്റെ വികസന മേഖലയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിർണായകമായ അക്കാദമിക സ്ഥാപനമാണത്. ആ സ്ഥാപനത്തോട് പറയാം, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കണക്കുണ്ട്, ഞങ്ങളെ കണക്കുണ്ട്, ഈ കണക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ എല്ലായിടത്തും പോയി നോക്കണ്ട, പക്ഷേ ഏറ്റവും ഒരു 10% സ്ഥലത്തെങ്കിലും ഇത് വസ്തുതകൾക്ക് നിരക്കുന്നതാണോ എന്ന് പരിശോധിച്ച് നിങ്ങൾ സർട്ടിഫൈ ചെയ്യണം. അങ്ങനെയൊന്നും ഒരു സർട്ടിഫിക്കേഷനും നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസികൾ, CMI, സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമി, അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡിൻ്റെ കീഴിലുണ്ട്, അല്ലെങ്കിൽ നീതി ആയോഗിൻ്റെ കീഴിലുണ്ട്. ഇതൊരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് സ്വതന്ത്ര സ്ഥാപനങ്ങൾ, ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാപനങ്ങൾ ഈ നാട്ടിലുണ്ട്. പക്ഷേ പ്ലാനിംഗ് ബോർഡിന്റെ പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ്, പ്ലാനിംഗ് ബോർഡിന്റെ പങ്കാളിത്തമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവർ വിശദീകരിക്കുന്നത്. പ്ലാനിംഗ് ബോർഡിന്റെ പങ്കാളിത്തത്തിൽ അവർ ചെയ്തത് എന്താന്ന് പറയണ്ടേ? ഞങ്ങൾ പ്ലാനിംഗ് ബോർഡിന്റെ ആളുകൾ ഇന്ന ആളുകളെ വെച്ചുകൊണ്ട്, ഇന്ന ഏജൻസികളെ വെച്ചുകൊണ്ട് കേരളത്തിലെ ഈ രേഖകൾ പരിശോധിച്ചു. അതിൽ ഈ 10% ഞങ്ങൾ നേരിട്ട് പോയി ഇപ്പോൾ ചിത്ര പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഈ ഭാഗത്തേക്കൊന്നും ആരും വന്നില്ല. കേരളത്തിലെ ഈ ആദിവാസി ജനവിഭാഗങ്ങൾ, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങൾ, അവിടെയൊക്കെ പോയി തന്നെ നോക്കണം. അല്ലാണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് പിന്നെ പ്ലാനിംഗ് ബോർഡിന്റെ ഓഫീസിലിരുന്ന് സർട്ടിഫൈ ചെയ്താൽ പോരാ. നിങ്ങൾ യു ഹാവ് ടു ഗോ ഇൻ ടു ദ ഫീൽഡ്. അവിടെ പോയി സ്ഥലത്ത് ചെക്ക് ചെയ്ത് വസ്തുതയാണോ എന്ന് പരിശോധിച്ച് വേണം ഈ സർട്ടിഫൈ ചെയ്യാൻ. ഇതൊന്നും ചെയ്യാതെ വെറുതെ എവിടെ കടലാസിൽ എഴുതി വെച്ചിട്ട് ഇതൊക്കെ രേഖ കേരളത്തിന് ദരിദ്രം ഇല്ലാതായി എന്ന് പറയാം. മുഖ്യമന്ത്രിക്ക് എന്തും പറയാം, അദ്ദേഹത്തിന് മുന്നോട്ട് പറയേണ്ട മറുപടി ഒന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു അക്കാദമികമായിട്ടുള്ള എക്സസൈസ് എന്ന നിലയിലാണെങ്കിൽ അതിന് ചില യാഡ് സ്റ്റിക്കുകളുണ്ട്, ചില രീതിശാസ്ത്രങ്ങളുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളാണ്. അതൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ട് ചെയ്യാൻ ഒരു ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓരോ അവകാശവാദങ്ങളും ഉന്നയിക്കുന്നു. കേരളത്തിൽ 6 ലക്ഷം പിന്നെ അതിദരിദ്രരുണ്ടോ, അല്ല അതിൽ 90% അപ്രത്യക്ഷരായ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുള്ളതാണ്. അതാണ് അരുൺകുമാർ, എത്രത്തോളം ആധികാരികമാണ് നടത്തിയിരിക്കുന്ന സർവേ എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ശ്രീ NP ചെക്കുട്ടി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബശ്രീ നടത്തിയിരിക്കുന്നത് സർവേ അല്ലല്ലോ, അതൊരു എന്യൂമറേഷൻ ആണല്ലോ. അപ്പോൾ അത് ഒരു സർവേ എന്ന രൂപത്തിൽ ആധികാരികമല്ല എന്ന് ചീഫ് സെക്രട്ടറി തന്നെ പറയുകയാണ്. അനൗപചാരിക സർവേ എന്ന്. അനൗപചാരിക സർവേക്ക് ശേഷം എങ്ങനെയാണ് ഔപചാരികമായ ഒരു പരിപാടി നിങ്ങൾ നടത്തുക? ഔപചാരികമായി ഇതാണ് കണക്ക്, ഈ കണക്ക് ഇതാ ഞങ്ങൾ തീർത്തിരിക്കുന്നു, പരിഹരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ എവിടെ? ചിത്ര ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ചിത്ര അടക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളും അവിടെ നിൽക്കുന്നു. അഡ്വക്കേറ്റ് അരുൺകുമാർ, ആദ്യം ബഹുമാനപ്പെട്ട സഹോദരി ചിത്ര പറഞ്ഞതിലേക്ക് വരാം. അവർ പറയുന്നത് വീടില്ല, സൗകര്യങ്ങളില്ല. നമുക്കറിയാം, ഇവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്നത് വനത്തിലാണ്. വനത്തിലെന്ന് പറഞ്ഞാൽ 15-20 കിലോമീറ്റർ അങ്ങ് ഉള്ളിലേക്ക് ഉൾവനത്തിലാണ്. ആ ഉൾവനത്തിൽ വീട് അനുവദിക്കാൻ ഒരിക്കലും സംസ്ഥാന ഗവൺമെന്റിന് കഴിയില്ലല്ലോ. വനം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ്. പല സൗകര്യങ്ങൾ ഒരുക്കി പുറത്തു വന്ന് താമസിക്കണമെന്ന് പറഞ്ഞാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ അതിന് തയ്യാറുമല്ല. ഇപ്പൊ പറയുന്നു പലർക്കും കാർഡില്ല, റേഷൻ കാർഡില്ല. എന്നിട്ട് പറയുന്നു 10-35 കിലോ അരി തന്നിട്ട് അത് 25 കിലോ കൈ കിട്ടുന്നുണ്ട്. ഈ കാർഡില്ലാതെ പിന്നെ എങ്ങനെയാ അരി കിട്ടുന്നത്? അതുകൊണ്ട് ചിത്ര സഹോദരിയോട് പറയുകയാണ്, ഏതെങ്കിലും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കാർഡില്ലെങ്കിൽ ആ വിവരം കൃത്യമായി എഴുതി അങ്ങ് കൊടുക്കുക. ആ തൊട്ടടുത്തുള്ള ഓഫീസിലേക്ക് കൊടുക്കുക, സർക്കാർ ഓഫീസിലേക്ക് കൊടുക്കുക. അങ്ങ് ഒരു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്നല്ലേ പറഞ്ഞേ? ഇതുവരെ ഈ പ്രക്രിയ ഒന്നും ചെയ്തിട്ടില്ലേ? അങ്ങനെ അവർക്കിടയിൽ പ്രവർത്തിക്കുന്നവരെ നമ്മൾ പരിഹസിക്കുന്നതിനപ്പുറം ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുന്നത് ശരിയാകും. അതല്ലേ കുറച്ചുകൂടെ നന്നാവുക. അതല്ല ചിത്രയൊക്കെ പറഞ്ഞ എന്താണ്? അവർ 2 മാസമായി നടത്തുന്ന സമരത്തെക്കുറിച്ചാണ്, കളക്ടറേറ്റിന് മുന്നിലെ സമരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ചോദിക്കാഞ്ഞിട്ടാണോ, പറയാഞ്ഞിട്ടാണോ? അത് പറയും. ആ സമരം അവിടെ നിൽക്കട്ടെ. ആ സമരമുദ്രാവാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇവിടെ കേരളത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് റേഷൻ കാർഡ് ഇല്ല, മറ്റു കാർഡുകളില്ല എന്ന് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുടുംബം അല്ലെങ്കിൽ ഇന്ന പ്രദേശത്ത് ഇന്നയാൾക്ക് കാർഡില്ല എന്ന് പറഞ്ഞാൽ ആ വിത്തിൻ 24 അവേഴ്സിനുള്ളിൽ അത് പരിഹരിക്കാൻ ശേഷിയുള്ള ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. ഒരു ഫ്ലോറിൽ വന്ന ജനങ്ങളോടല്ലേ പറയുന്നത്? ചിത്രയിൽ പറഞ്ഞ കണക്കുകൾ, ചിത്ര നിങ്ങൾക്കിടയിൽ ഒരു സംസാരം നടക്കട്ടെ, നിങ്ങൾക്കിടയിൽ ഒരു വ്യക്തത വരട്ടെ. കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാണ്. അരുൺകുമാറിന് വ്യക്തത കൊടുക്കൂ ചിത്ര. അതായത് ആദിവാസികൾക്ക് അങ്ങ് പറഞ്ഞ ചിത്ര നേരത്തെ പറഞ്ഞ 35 കിലോ എന്നതിൽ 25 കിലോ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് റേഷൻ കാർഡ് ഉള്ളത് കൊണ്ടാണല്ലോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. ഈ കാർഡ് ഇല്ലാത്ത ആദിവാസികളുടെ എണ്ണം എത്ര? മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഗുഹാവാസികൾ, കാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിൽ വീട് വേണം എന്ന് പറഞ്ഞതിൽ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ അരുൺകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനൊക്കെയുള്ള മറുപടി നാട്ടിൽ വീട് വേണം സാങ്കേതിക പ്രശ്നമില്ല. നാട്ടിൽ വീട് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ കാട്ടിനുള്ളിൽ വീട് പറയാൻ കഴിയില്ല. 2006 വന്ന വനാവകാശ നിയമം നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ അധ്യക്ഷയാണ് ഞാൻ.
2006 വന്ന വനാവകാശ നിയമം എവിടെ നടപ്പിലാക്കിയേ? ഞാൻ പറയട്ടെ, ഞങ്ങൾ എപ്പോഴും പറയുന്നത് മത്സ്യത്തൊഴിലാളികളായ ആളുകളെ നിങ്ങൾ കടലിൽ നിങ്ങോട്ട് വാ, നിങ്ങൾ കാട്ടിൽ വാ എന്ന് പറഞ്ഞ് താമസിക്കാൻ ആരെങ്കിലും സമ്മതിക്കുമോ? ഞാനൊരു കാട്ടുനായ്ക്ക് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. എന്നോട് പുറത്തേക്ക് വന്ന് താമസിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റുമോ? കാരണം ഞങ്ങളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങളെ ജീവിത രീതികളും ഞങ്ങളെ വനവിഭവങ്ങളാണ്. ഞങ്ങളെ തൊഴിൽ എന്ന് പറയുന്നത് എന്താ? ഗുഹാവാസികളായ ഞങ്ങളെ തൊഴിൽ എന്താണ്? കാട്ടിൽ നിന്ന് കിടക്കുന്ന വനവിഭവങ്ങൾ. നാട്ടിലേക്ക് ഇറങ്ങിയ അവസ്ഥ, മധുവിൻ്റെ അവസ്ഥ എന്താണ്? വിശ്വനാഥൻ്റെ അവസ്ഥ എന്താണ്? നാട്ടിലുള്ള ആളുകളെ ഞങ്ങൾ ഏത് രീതിയിലാണ് കാണണേ? പേടിയാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നാട്ടിലേക്ക് ഇറങ്ങണേ. ഞങ്ങൾക്ക് ഇനി നാട്ടിൽ നിങ്ങൾ കൊട്ടാരം വെച്ച് തരാമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇറങ്ങൂല. കാരണം ഞങ്ങളൊരു ജമ്മം എന്ന് പറയുന്ന പ്രദേശം, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം. സർക്കാർ അതൊക്കെ ഒന്ന് പഠിക്ക്. നിങ്ങൾ വേറെ ആചാരങ്ങൾ പഠിക്കുന്ന നേരം ഞങ്ങളതും കൂടെ ഒന്ന് പഠിക്കും. ഞങ്ങളുടേതായ ഒരു വിശ്വാസത്തിലുള്ളതാ. അപ്പോൾ ആദിവാസീൻ്റെ ഒരു ജമ്മം എന്ന് പറയുന്ന ജമ്മം ഇട്ടിട്ട് വരാൻ ഗുഹാവാസികളായ ആളുകൾക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം പ്രിമിറ്റീവ് ട്രൈബ് എന്ന് പറയുന്ന ആരാണ്? 5 വിഭാഗങ്ങളാണ്. കാടര്, കുറകര്, കുറുമ്പ, അല്ലേ, കാട്ടുനായ്ക്ക, ചോലനായ്ക്കാർ. അവർ വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് വനാവകാശ നിയമത്തിലെ വികസനാവകാശം പറയുന്നത്. 13 വികസനങ്ങളുണ്ട്. ആ വനാവകാശം കൊടുക്കുന്നത് തന്നെ കാട്ടിലുള്ള ആദിവാസികളെ നാട്ടിലിറക്കാനല്ല, ഈ കാട്ടിൽ തന്നെ അവർക്ക് വികസനാവകാശം കൊടുക്കാനാണ്. എന്തുകൊണ്ട് കൊടുക്കാത്തത്? എന്തുകൊണ്ട്? ഞാനൊക്കെ അതിനു വേണ്ടി എത്ര 10 വർഷമായിട്ട് നമ്മൾ നിരന്തരം മുഖ്യമന്ത്രിക്കും ഈ കാണുന്ന മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും കത്തയക്കുക. അപ്പൊ അത് കേന്ദ്രം ചെയ്യേണ്ടതാണല്ലോ എന്നാണ്. ഇത് എന്നിട്ട് ഞാൻ പറയണേ, ഈ വാദിക്കണ ഞങ്ങളൊക്കെ വെറും തീവ്രവാദികളാന്ന് പറയണേ. എന്നിട്ട് നമ്മളെ ഈ പറയണ എങ്ങോട്ടും കയറ്റൂല, ഓഫീസിലും കയറ്റൂല. ഒരു സമരം ചെയ്ത ഒന്ന് പറഞ്ഞ സംസാരിച്ച് ഞങ്ങൾ മാവോയിസ്റ്റായി, തീവ്രവാദി. അപ്പോൾ സാറിനോടുള്ള ഒരു മറുപടി, ഞങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയല്ല ചെയ്യേണ്ടത്, ഞങ്ങളെ കാട്ടിൽ ഞങ്ങളെ ഈ വികസന അവകാശം നടപ്പിലാക്കുക. ഇനി റേഷൻ കാർഡിൻ്റെ കാര്യം പറഞ്ഞു. ഇനി പറഞ്ഞാൽ 35 കിലോ ആണ് നമ്മൾ പറയണത്, അല്ലേ? അതിൽ 25 കിലോ അരി, ബാക്കി ഗോതമ്പും മറ്റുള്ള കാര്യങ്ങളും. ഇത് ഈ കേരളത്തിലെ എല്ലാ ആദിവാസികൾക്കും കിട്ടുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മരിയനാട് 1000-ൽ പരം കുടുംബങ്ങളാണ് മരിയനാട് ഭൂസമരം നടക്കുന്നത്. അവർക്ക് കിട്ടുന്നില്ല. ഈ പറഞ്ഞ എൻ്റെ കൈവശമാണ്, നാട്ടുകാരെ പിരിവിലൂടെയാണ് അവർക്ക് കിറ്റ് കൊണ്ടുപോയത്. അവർക്കറിയാം. അത് എതിർക്കണ ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ നിലമ്പൂർ ഇപ്പം ഈ ഇടയ്ക്ക് ഞങ്ങളെ ഗ്രൂപ്പിൽ പ്രൊമോട്ടർ പറഞ്ഞപ്പോൾ കിറ്റ് വന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയാണ് ഞങ്ങൾക്ക് റേഷൻ കാർഡില്ല. എങ്ങനെ ഉണ്ടാവാനാ? നമ്മളെ പുതുതലമുറ വളർന്നു വരുമ്പോൾ, വേറെ വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് വീട് വയ്ക്കാൻ ഭൂമിയില്ല. ഈ വീടില്ലാതെ, വീട്ടു നമ്പർ ഇല്ലാതെ ആരാണ് ഈ മാനത്തുനിന്നാണോ റേഷൻ കാർഡ് എടുത്തു കൊടുക്കണേ? എന്തെല്ലാം രേഖകളാണ് ഞങ്ങളോട് ചോദിക്കുന്നത്? ഞങ്ങൾക്ക് രേഖകളില്ല. ഈ കാട്ടിലുള്ള താമസിക്കുന്ന ആളുകൾക്ക്, പഴയ ആളുകൾക്കൊന്നും ജനന സർട്ടിഫിക്കറ്റ് ഇല്ല. അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കെങ്കിലും ഈ രേഖകളിൽ ഒരു ഇളവ് വരുത്തണം എന്ന് പറഞ്ഞാൽ അതില്ല. ഏറ്റവും കൂടുതൽ നിയമം അടിച്ചിറക്കണം എനിക്ക് തോന്നുന്നത് ഈ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഇടയിലാണ്. അതുകൊണ്ട് റേഷൻ കാർഡ് ഇല്ല എന്ന് പറയണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, റേഷൻ കാർഡ് ഇല്ലാത്തവർ, റേഷൻ കാർഡ് ഇല്ല ഉണ്ട് എന്ന് പറയണ്ട, റേഷൻ കാർഡ് ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ. പല സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ അരി വാങ്ങാത്തത് എന്താ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇനി റേഷൻ കാർഡ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ 23 കുടുംബങ്ങൾക്കും ഒരുമിച്ചാണോ കൊടുക്കേണ്ടത്? ഈ 23 കുടുംബങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കണേ. അപ്പോൾ അവർക്ക് 23 കുടുംബങ്ങൾക്കും വേറെ വേറെ കൊടുക്കണമെങ്കിൽ എന്താണ്? ഭൂമി വേണം, വീട് വേണം, അതിൻ്റെ രേഖകൾ വേണ്ടേ? അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അത് മുഖ്യമന്ത്രി അവിടെ ഇരുന്നുകൊണ്ടോ, കേളു മിനിസ്റ്റർ വീട്ടിലിരുന്നുകൊണ്ടോ രേഖ കിട്ടൂല. നമ്മൾ ഈ പറഞ്ഞ പോലെ. പിന്നെ ഞാൻ ആദിവാസി ഐക്യവേദിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, 5 പൈസ വരുമാനമല്ലാത്ത, എനിക്ക് അധികാര പദവികളൊന്നുമില്ല. ആദിവാസികൾ തന്നൊരു സ്ഥാനം മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണോ ഞാനാണോ ഇറങ്ങി റേഷൻ കാർഡ് ഉണ്ടാക്കണ്ടേ? ഞാനാണോ വനാവകാശ നിയമം നടപ്പിലാക്കണ്ടേ? ഞങ്ങൾക്ക് ഈ കണക്കുകളും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി മാത്രമല്ല അറിയുള്ളൂ. ഇതിനല്ലേ നമുക്ക് MLA-മാരും മന്ത്രിമാരും ഉള്ളത്. ഞങ്ങൾക്ക് സംവരണ സീറ്റിൽ മന്ത്രിമാരും MLA-മാരും ഈ പറഞ്ഞ വാർഡ് മെമ്പർ വരുന്നത്. ശരി, അരുൺ പറഞ്ഞോളൂ. ഒറ്റ മിനിറ്റ്. ഇവിടെ ഏതെങ്കിലും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉത്തരവാദിത്തപ്പെട്ട കാർഡില്ല എങ്കിൽ ആ വിവരം തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അങ്ങ് തന്നെ പറഞ്ഞു ആദ്യം കാർഡില്ല എന്ന്. പിന്നീട് ഞാൻ പറഞ്ഞു റേഷൻ മേടിക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഡൈവേർട്ട് ചെയ്യുന്നു. വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറല്ലെന്ന് പറയുന്നു. ഈ വനാവകാശ നിയമം നടപ്പാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. ഒരു തുണ്ട് ഭൂമി പോലും വനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് റോഡില്ല. നിങ്ങൾ തന്നെ വനത്തിൻ്റെതായ നിങ്ങൾക്ക് അർഹതപ്പെട്ട സമ്പത്തുകൾ ഉപയോഗിക്കുമ്പോൾ, തേൻ വരെ എടുക്കുമ്പോൾ ഈ വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ ഇടപെടുന്നുവെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രശ്നത്തെ യോജിച്ചാണ് പരിഹരിക്കേണ്ടത്. പിന്നെ താങ്കൾ പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിൽ, ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ തന്നെ 642 ആദിവാസി കുടുംബങ്ങൾക്ക് 40 സെന്റ് സ്ഥലം വീതം കേരളത്തിലെ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്.
ഇതേ പഞ്ചായത്തിൽ തന്നെ 52 ആദിവാസി കുടുംബങ്ങൾക്ക് ചുങ്കത്ര പഞ്ചായത്ത് ലൈഫ് വീട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇറങ്ങി വരാൻ തയ്യാറായ ആളുകൾക്ക് വീട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഹൃദയത്തോട് ചേർന്ന് സംരക്ഷിക്കുന്ന ഗവൺമെന്റാണിത്. ശരി അരുൺ, ഇപ്പോൾ ഈ പറയുന്ന ഒരു മേഖലയിലെ കണക്ക് ഇപ്പോൾ അരുൺ എടുത്തിരിക്കുന്നു. പക്ഷേ നോക്കൂ അരുൺ, ഈ കണക്കിൽ ആകെ 5% ആദിവാസികളാണ് അതിദരിദ്ര കണക്കിൽ പെടുന്നത്. 5% അതെങ്ങനെ ശരിയാവുമെന്ന് അങ്ങ് ആലോചിച്ച് നോക്കൂ. ഒരു പ്രദേശത്തെ മാത്രമാണ് ഇപ്പോൾ ചിത്രയ്ക്ക് പറയാനാവുക. ചിത്ര ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവിടുത്തെ കണക്കാണ് ചിത്ര പറഞ്ഞത്. ഇനിയിപ്പോൾ ആദിവാസികളുടെ മാത്രം ആകണ്ടെന്നേ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. ഇന്നിപ്പോൾ കോഴിക്കോട് നിന്നും ഞങ്ങൾക്കൊരു സ്റ്റോറി വന്നിട്ടുണ്ട്. അവിടെ പ്ലാസ്റ്റിക് ഷെഡിൽ പുറംപോക്കിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെ കാര്യം. അവർക്ക് റേഷൻ കാർഡില്ല, വാർദ്ധക്യ പെൻഷനില്ല, ഒരു കാര്യങ്ങളും കിട്ടുന്നില്ല. അപ്പോൾ അവർ മാഞ്ഞു പോയോ? ആ ചോദ്യം ഇവിടെ നിൽക്കുകയല്ലേ? അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, അങ്ങേക്ക് പറയാവുന്ന പൂർത്തിയാക്കാം. അതിനുശേഷം ശ്രീ എൻ പി ചെക്കുടിയിലേക്കും ശ്രീ ശ്രീകുമാറിലേക്കും പോകേണ്ടതുണ്ട്. അതായത് വനാവകാശ നിയമം വന്നത് 2006-ലാണ്. ആ 2006-ന് മുൻപ് വനത്തിൽ താമസിച്ച മുഴുവൻ ആളുകൾക്കും ഗവൺമെന്റ് പട്ടയം കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കണക്ക് പ്രകാരം വനാവകാശ നിയമം വരുന്നതിന് മുമ്പ് കാടിനുള്ളിൽ താമസിക്കുന്ന കുടുംബം 32,000-ആണ്. ആ 32,000 പേർക്കും പട്ടയം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഖാവ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുമ്പോഴാണ്. 2006-ന് ശേഷം കാട്ടിലേക്ക് കയറിയവർ, അതിനുശേഷം താമസം ആരംഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു കുടുംബം 2006-ന് മുൻപ് കാട്ടിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇത്തരത്തിൽ രേഖ കിട്ടാത്തതോ ഭൂമി കിട്ടാത്തതോ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ വളരെ പെട്ടെന്ന് സത്വരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അതിദാരിദ്ര്യ സർവേ നടത്തി ഈ കേരളം അതിദാരിദ്ര്യ വിമുക്തമായി എന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ പറയുന്ന കണക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടല്ല. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും വ്യത്യസ്തമാണ്. അതിദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് ഇവിടെ പറഞ്ഞല്ലോ 5% ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ, അതെല്ലാം 2006-ന് ശേഷം വനത്തിൽ താമസിച്ച രേഖകളില്ലാത്തവരാണ്. കൃത്യമായി പറയുന്നു, 2006-ന് ശേഷം വനത്തിനുള്ളിൽ വന്ന് താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതിൽ രേഖയില്ലാത്ത മുഴുവൻ ആളുകളും ഈ സർവേയുടെ ഭാഗമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഇപ്പോൾ ഈ കഴിഞ്ഞ 4.5 കൊല്ലമായി ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ കിട്ടി. അപ്പോൾ ഈ ചിത്ര കളവ് പറയുകയാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ ഇങ്ങനെ സംശയിക്കുന്നത് ശരിയാണോ? ഇതിൽ രാഷ്ട്രീയ താല്പര്യങ്ങളില്ലല്ലോ, അവർക്കിടയിൽ പ്രവർത്തിക്കുന്നവരല്ലേ. ഇതിപ്പോൾ ചിത്രം മാത്രമല്ലേ, ഗോത്ര മഹാസഭ ഇന്ന് പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുണ്ട്. അവരും ഈ കണക്കുകൾ പറയുന്നുണ്ട്. അവരും അവർക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ. ഒറ്റ മിനിറ്റ്, ഞാൻ പറയുന്നത് വസ്തുതയാണ്, രേഖയാണ്, ഗവൺമെന്റിന്റെ കണക്കുകളാണ്. ആ കണക്കുകളുടെ അകമ്പടിയോടെയാണ് ചിത്ര പറയുന്നത് ജീവിതാനുഭവമാണ്. അരുൺകുമാർ, നിങ്ങൾ പറയുന്ന രേഖ തയ്യാറാക്കിയത് ആരാണ് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അത് ആധികാരികമാണോ ആ കണക്കെന്ന ചോദ്യമുണ്ടല്ലോ. അവിടെ പോയി നോക്കേണ്ടവർ നോക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. MLA-യോട് പരാതിപ്പെടുന്നു, ജില്ലാ കളക്ടറോട് പരാതിപ്പെടുന്നു, ഇവരൊന്നും അങ്ങോട്ട് നോക്കുന്നില്ല. മന്ത്രി കേളുവിന്റെ മണ്ഡലത്തിലെ സ്ഥിതി അടക്കമാണ് പറയുന്നത്. അല്ല, അത് ഈ ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നത് നമ്മൾ കേൾക്കുകയാണല്ലോ. ഇതിന്റെ വസ്തുത കൂടി പരിശോധിക്കണമല്ലോ. അപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണല്ലോ CK ജാനു. CK ജാനുവിന്റെ അമ്മയുടെ പേരിൽ 2.5 ഏക്കർ സ്ഥലമാണ് ഈ ഗവൺമെന്റ് അനുവദിച്ചത്. സഖാവ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് 2.5 ഏക്കർ. ഞാൻ ഈ ചാനൽ ചർച്ചയിലല്ലേ പറയുന്നു, വസ്തുത പരിശോധിച്ച് നോക്ക്. അപ്പൊ ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും കുറവുണ്ടോ അത് പരിശോധിക്കാൻ വകുപ്പും ഗവൺമെന്റും എല്ലാം തയ്യാറാണ്. ആധികാരികമായിട്ട് കേവലം 5% ആദിവാസികളെ അതിദരിദ്രരായിട്ടുള്ളൂ, അങ്ങനെയാണോ അങ്ങ് കരുതുന്നത്? അതായത് 2006-ന് വനാവകാശ നിയമം വന്നതിന് മുൻപ് വനത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭൂമി നൽകി. ഈ ഗവൺമെന്റ് ഭൂമി നൽകി. ആ ഭൂമി നൽകിയ ആളുകൾ ആരും ഈ മാനദണ്ഡങ്ങളിൽ അതിദാരിദ്ര്യ സർവേയുടെ മാനദണ്ഡത്തിൽ വരില്ല. 2006-ന് വനാവകാശ നിയമം വന്നതിന് ശേഷം വനത്തിനുള്ളിൽ പോയി താമസിച്ചവർ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ആ താമസിച്ച മുഴുവൻ ആളുകളും, രേഖയില്ലാത്തതും ഭൂമിയില്ലാത്തതുമായ മുഴുവൻ ആളുകളും ഈ സർവേയിൽ പെട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ആരെങ്കിലും പെടാത്തതുണ്ടോ, അത് ഇന്നതുണ്ടെന്ന് ചൂണ്ടിക്കാണിക്ക്. ഇപ്പൊ മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗം അവസാനിപ്പിച്ച എങ്ങനെയാ? ഇത് അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. ഈ അതിദാരിദ്ര്യം വീണ്ടും തലപൊക്കാതെ നമുക്ക് ഉറപ്പുവരുത്തണം എന്നതാണ്. അതായത് ഈ 64,006 പേർ വീണ്ടും അതിദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള മാർഗം തുടരുമെന്ന് അത് മന്ത്രി വിശദീകരിച്ചു. ശരി, അത് സമ്മതിക്കും, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ നടപ്പാക്കിയതിന്റെ മാനദണ്ഡം, നിങ്ങളുടെ സർവേയുടെ മാനദണ്ഡമാണ് ശ്രീ NP ചെക്കുട്ടി ചോദിച്ചത്. ഇതിനൊരു അന്താരാഷ്ട്ര മാനദണ്ഡമുണ്ട്. ഇതൊരു അനൗപചാരിക സർവേ എന്ന് ചീഫ് സെക്രട്ടറി പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതൊരു ഔപചാരിക കണക്കാക്കുക?
അല്ല, ചേക്കുട്ടി എത്ര പറഞ്ഞാലും സ്വകാര്യ ഏജൻസിയെ കൊണ്ടൊന്ന് പഠിപ്പിക്കണം, പരിശോധിക്കണം എന്ന് പറഞ്ഞല്ലോ. നമുക്കറിയാം, ഈ നാട്ടിലെ ഗ്രാമസഭയേക്കാൾ വലിയ ഒരു സഭയുണ്ടോ, ഒരു ഏജൻസി ഉണ്ടോ? ഒരു 100-200 വീട്, 100-150 വീട്, ആ വീട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും മുഖാമുഖം അറിയാവുന്നവർ, അതിൽ രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷം, സന്നദ്ധ സംഘടന, കുടുംബശ്രീ, തൊഴിലുറപ്പ്, വായനശാല, ക്ലബ്ബ്, റെസിഡൻസ് അസോസിയേഷൻ, അവരെല്ലാം കൂടിയിരുന്ന് ഇന്നന്നെ ആളുകൾ അതിദരിദ്രരാണ്, ഇന്നന്നെ ആളുകൾ അതിദരിദ്ര പട്ടികയിൽ പെടില്ല, അങ്ങനെ എടുത്ത് 8 തവണയാണ് പരിശോധിച്ചത്. അതിലും വലിയ ഏജൻസി ശ്രീ ചേക്കുട്ടി ഈ ലോകത്തില്ല. ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും കൃത്യമായിട്ടുള്ള പോക്ക് ചിത്ര സൂചിപ്പിച്ചത് അങ്ങ് പറയുന്ന ഗ്രാമസഭ നാട്ടുകൂട്ടല്ല, ഊരുകൂട്ടം, ആദിവാസി വിഭാഗങ്ങൾക്കിടയിലുള്ള ഊരുകൂട്ടം കൃത്യമായി അതിന്റെ പ്രൊമോട്ടർമാർ കൂടുന്നുണ്ട്. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ പ്രൊമോട്ടർമാർ പറ്റിക്കൽ നടത്തുകയാണെന്ന് ചിത്ര പറയുകയാണ്. അതുണ്ടെങ്കിൽ പരിശോധിക്കണം. ആര് പരിശോധിക്കും അരുൺ? ആര് പരിശോധിച്ചിട്ടാണ് ഈ കണക്ക്, ഈ കൊണ്ടുവരുന്ന കണക്ക് അതേപടി എടുക്കുമ്പോൾ ഈ ചെക്കും സൂപ്പർ ചെക്കും ഒക്കെ നടത്തിയെന്നാണല്ലോ പറയുന്നത്. സൂപ്പർ ചെക്കിന് ശേഷം വരുന്ന പ്രതികരണങ്ങളാണ്. സുമതി, ഒറ്റ മിനിറ്റ്. ഈ കേരളത്തിലുള്ള എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ. നമുക്കറിയാം, 99 സീറ്റിൽ LDF ഭരിക്കുമ്പോഴും 43.5% വോട്ടേ LDFിനുള്ളൂ. 56% അപ്പുറത്താണ്. ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഗവൺമെന്റിന്റെ പദ്ധതി ജനങ്ങളിൽ എത്തിക്കാൻ നിൽക്കുന്നവരല്ല. ആരെങ്കിലും പ്രൊമോട്ടർമാരുടെ ഭാഗത്ത് കുറവുണ്ടെങ്കിൽ പരിശോധിക്കണം. അത് ശരി. നിങ്ങൾ ഈ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് ഇനി എന്ത് പരിശോധിക്കാൻ? നിങ്ങൾ ഇവിടെ അതിദാരിദ്ര്യമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് പരിശോധിക്കാൻ? ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാൻ. എത്ര ഉദ്യോഗസ്ഥന്മാർ, എത്ര ജില്ലകളിൽ, എത്ര ഗ്രാമങ്ങളിൽ, എത്ര പഞ്ചായത്തുകളിൽ കണക്കെടുക്കൂ? ഒന്ന് കേൾക്ക്, ഒന്ന് ക്ഷമിക്കേ, ഒന്ന് കേക്ക് ക്ഷമിക്ക്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്താ? 4,60,000 വീട് ഈ LDF പണതോളൂ, 4,60,000 വീടേ പണതോളൂ എന്ന്. അതായത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് എത്രയാ? 3,447 ദിവസമായി. ഒരു ദിവസം 133 വീട് സമർപ്പിക്കുന്നുണ്ട്. 100 വീട് പ്രഖ്യാപിച്ചിട്ട് ഒറ്റ വീട് കൊടുക്കാത്ത കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ചൂരൽമല മുണ്ടക്കയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ച ആൾ വന്ന് പറയാ ഇവിടെ വെറും 4,60,000 വീടേ കൊടുത്തോളൂ എന്ന്. അതേതായാലും അംഗീകരിച്ചല്ലോ. ആ മനസ്സിൽ നിന്ന് അതെങ്കിലും അംഗീകരിച്ചല്ലോ. അതുകൊണ്ട് ഇവർ എത്ര ആക്ഷേപം ഉന്നയിച്ചാലും ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ശരി, ശ്രീ എൻ ശ്രീകുമാർ ചുരുക്കി കോൺഗ്രസിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തിനുള്ള മറുപടി. നോക്കൂ സ്മൃതി, ഇതിൽ കോൺഗ്രസിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം എന്ന് വെച്ചാൽ അടുത്ത തവണ UDF അധികാരത്തിൽ വരുമെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തെളിയിച്ചല്ലോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ കണക്ക് സംസാരിക്കാൻ നിന്ന് എങ്ങും എത്തില്ല. ഇതിൽ ചർച്ചയുടെ ഭൂരിഭാഗ സമയവും അപഹരിച്ച അരുൺകുമാറിന് പോലും കൃത്യമായി പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇടതുപക്ഷ സഹയാത്രികരായ സാമ്പത്തിക വിദഗ്ധരാണ് ഈ സംശയം കൂടുതൽ ഉന്നയിച്ചത്. അവരങ്ങ് തള്ളിപ്പറഞ്ഞു. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇടതുപക്ഷ സഹയാത്രികരായ സാമ്പത്തിക വിദഗ്ധരെ തള്ളിപ്പറഞ്ഞു. അത് കഴിഞ്ഞു. ഇന്ന് നിയമസഭാ സമ്മേളനം രാവിലെ വിളിച്ചു. ആ സഭാ സമ്മേളനത്തിൽ ചർച്ചയാക്കിയിരുന്നതിൽ അന്തസ്സുണ്ടായിരുന്നു. അവിടെ അല്ല ഒരു മിനിറ്റ്, അല്ല നിങ്ങൾ ഇടപെടില്ല പ്ലീസ്, എൻ്റെ സമയമാണ്. നിങ്ങൾ ഒരുപാട് സംസാരിച്ചാണ്. ഇന്ന് നിയമസഭയിൽ ഈ കാര്യം രാവിലെ വന്നപ്പോൾ ഒരു ചർച്ച, ഒരു മണിക്കൂർ ചർച്ചയുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പൊളിച്ചു കൊടുത്തതിന് പ്രതിപക്ഷ നേതാവ് അതിനനുവദിച്ചില്ല. അതിനുശേഷം ഇവരത് പരസ്യമായി നടത്തിയ അവരുടെ രാഷ്ട്രീയം. ഇതൊരു 6 മാസത്തേക്കേ ഉള്ളൂ ശ്രീമതി സ്മൃതി. അടുത്ത ജനുവരിയിൽ അടുത്ത പ്രഖ്യാപനം വരും, എന്തെങ്കിലും ഒരു ഉടായ്പ പ്രഖ്യാപനമായിട്ട് വരും. അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഒരു 6-7 മാസത്തേക്കുള്ള ഒരു കണക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ അരുൺകുമാറിൻ്റെ ഒക്കെ സ്വപ്നത്തിൽ വന്ന പോലെ അവർ 3ാമത് ഭരണത്തിൽ വന്നു വയ്ക്കുക. 4 വർഷത്തേക്ക് മിണ്ടാതിരുന്ന ഒരു മിണ്ടായി ഞാൻ പറയട്ടെ പ്ലീസ്, ഞാൻ പറയട്ടെ, ഇടപെടല്ലേ. അടുത്ത അരുൺകുമാറിൻ്റെ ഒക്കെ പോലെ ചില സ്വപ്നം കാണുന്നുണ്ട് 3ാമതും പിണറായി ആയിക്കോട്ടെ, നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെ വന്നാൽ ഒരു 4 വർഷത്തേക്ക് മിണ്ടാതിരുന്നിട്ട് ആ ഒരു 5ാമത്തെ വർഷമാകുമ്പോൾ ഇതുപോലെ പ്രഖ്യാപനം നടത്തിയാൽ മതി. ഇത് കള്ളക്കണക്കായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരി പറഞ്ഞല്ലോ, അവർ മാത്രമല്ല പറഞ്ഞേ, പണിയ വിഭാഗത്തിൽപ്പെട്ട മണികണ്ഠൻ എന്ന ഒരാൾ ഇന്നലെ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ അദ്ദേഹത്തിൻ്റെ ഊരിൽ ആരും ചെന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്നലെയോ മിനിങ്ങാതെ കൊണ്ടുപോയിട്ടൊരു കിറ്റ് കൊടുത്തു. അപ്പോഴാണ് അവർ ഈ കിറ്റ് എന്നും കിട്ടുമെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല. ഇത് ഒരിടത്തും സർവേക്ക് പോയിട്ടില്ല. പിന്നെ ഈ ഗ്രാമസഭകൾ നടത്തിയ സർവേയിലത്തെ അഭാഗമാണ് ഞാൻ ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഈ കണക്കുകൾ ഒരിക്കലും പെടുത്തപ്പെടാത്തതുകൊണ്ടാണ് ഇവർ പരസ്യം കൊടുത്തത്. ദേശീയ പത്രങ്ങളിൽ പരസ്യം കൊടുത്തു. നോക്കൂ ശ്രീമതി സ്മൃതി, ആ ഇംഗ്ലീഷ് പത്രത്തിലെ ഹിന്ദി പത്രത്തിലെയും പരസ്യം
കേന്ദ്ര ധനമന്ത്രിയോ കേന്ദ്ര തൊഴിൽ മന്ത്രിയോ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയോ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ കേരളത്തിലുള്ള ഇതുവരെ കിട്ടിയ ഒരുപാട് ആനുകൂല്യങ്ങൾ നിൽക്കും. ആശ്രയ പദ്ധതി 2001 AK തുടങ്ങി. ഇതിൻ്റെ തുടക്കമാണ് ആശ്രയ പദ്ധതി. ആ ആശ്രയ പദ്ധതിയിൽ അന്ന് 6 ലക്ഷം പേരെ കണ്ടെത്തിയിട്ട് അവർക്ക് ഈ കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റും അത് കൊണ്ടുവന്നു. അവർ പേര് മാറ്റി, വേറെ ഒരു എന്തോ മിഷനാക്കി മാറ്റി, ആശ്രയ മിഷൻ എന്തോ ആക്കി മാറ്റി. അതിപ്പോഴും ഉണ്ട്. അതിൽ ആനുകൂല്യം കിട്ടി കുറേ പേര് ദാരിദ്ര്യത്തിലേക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തനി തട്ടിപ്പ് എന്ന് പറഞ്ഞ കാര്യമാണ് ഈ നടപ്പാക്കുന്നത്. നമ്മുടെ സാക്ഷരത കാര്യം നമുക്കറിയാമല്ലോ, ഒരുപടി കാര്യങ്ങൾ അറിയാമല്ലോ. പക്ഷേ അതിലും കഷ്ടമാണിത്. ഇത് ദാരിദ്ര്യവും അതിദാരിദ്ര്യവും എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് നാളെ കണക്ക് പറയും. കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ കണക്ക് എവിടെയെന്ന് ചോദിക്കാൻ കോൺഗ്രസ് അല്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ കുമാറെ, അല്ല ഒരൊറ്റ മിനിറ്റ്. CPM-ന്റെ ഒരു പരിപാടിയായിട്ട് മാറി, അല്ല ഒരു മിനിറ്റ്, ഇത് CPM-ന്റെ ഒരു പരിപാടിയായിട്ട് മാത്രം മാറ്റിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ കാണിക്കുന്ന വെപ്രാളം. അപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുത്ത് ഇതൊരു വലിയ പ്രഖ്യാപനം നടത്തിയാൽ ഈ അതിദാരിദ്ര്യം മാറുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ കോൺഗ്രസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ VD സതീശനെ പരിഹസിക്കുന്നത്. ഇവരെ അറിയാമല്ലോ, നുണ നല്ല ആയുധമാക്കിക്കൊണ്ട് നടക്കുകയാണ്. പരിഹാസം നല്ല ആയുധമാക്കിക്കൊണ്ട് നടക്കുകയാണ്. അതാണ് ഇപ്പൊ ഇവിടെ ചിത്രക്കര വന്നത്. അതുപോലെ അശ്ലീലവും ഈ 3 കാര്യം കൊണ്ടൊന്നും ഇനി ഭരണം കിട്ടുന്ന പ്രതീക്ഷിക്കേണ്ട. ഈ കള്ളക്കണക്ക് അല്ലല്ല, ഈ കള്ളക്കണക്ക് നിങ്ങൾ കൊണ്ടുവന്നത് VD സതീശൻ നിയമസഭയിൽ പൊളിച്ചു കൊടുക്കുന്ന ഭയം വന്നപ്പോൾ അവിടെ രാവിലെ മുഖ്യമന്ത്രി അവിടെ ഒളിച്ചോടി. നേരെ മറിച്ച് അന്തസ്സായിട്ടാണെങ്കിൽ ആ കണക്ക് കൃത്യമാണെങ്കിൽ മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് പറയണം, സതീശൻ പറയൂ, ഞാൻ ഉത്തരം പറയാമെന്ന് പറയണം. എന്നിട്ട് 1.5 കോടി രൂപ ചിലവാക്കി സ്മൃതി, അതുകൂടെ പറഞ്ഞിട്ട് പോകാം. ഇന്ന് ഈ പരിപാടി നടത്താൻ 1.5 കോടി രൂപ ചെലവാക്കി. ആ 1.5 കോടി രൂപയുടെ ആർഭാടം അവിടെ എന്തിനായിരുന്നു? ആ പണം ആരുടെയാ? ആ പണം എടുത്ത് ഈ പാവങ്ങളുടെ പണത്തിൽ നിന്നല്ലേ ആ പണം എടുത്തത്. എല്ലാം എടുത്തിട്ട് ന്യായീകരിക്കാൻ പറ്റാത്ത അരുൺകുമാറെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം നടത്താതെ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ച് അവരെ ഇറക്കി വിട്ടിട്ട് പ്രഖ്യാപനം നടത്തിയിട്ട് അവസാനം മൈതാന പ്രസംഗം നടത്തി അവസാനിച്ചത്. ഒരു ആദിവാസി കുടുംബമെങ്കിലും ഉള്ള പഞ്ചായത്തിൽ ABCD എന്നൊരു പദ്ധതിയുണ്ട്. അതായത് സ്പോട്ടിൽ അപേക്ഷിക്കുമ്പോൾ തന്നെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, മെഡിക്കൽ കാർഡ് കിട്ടുന്ന പദ്ധതിയാണ്. ഒരു ആദിവാസി കുടുംബം, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ ഈ പദ്ധതി ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഫണ്ട് അലോട്ട്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ സഹോദരിക്ക് ആർക്കെങ്കിലും കാർഡില്ല എങ്കിൽ, ഏതെങ്കിലും കാർഡില്ല എങ്കിൽ ഈ പദ്ധതി പ്രകാരം ആ പഞ്ചായത്തിൽ പോയി ഒരു അപേക്ഷ കൊടുത്താൽ. ഒന്നാമത്തെ കാര്യം പദ്ധതിയുടെ കുറവല്ല, പദ്ധതികൾ ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് അവിടെ നിൽക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ഇവർക്കിടയിലേക്ക് ഇറങ്ങി പോയി കണ്ടാൽ മതി. ചിത്രയ്ക്ക് രാഷ്ട്രീയ താല്പര്യമില്ല. ചിത്ര അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയ പ്രസംഗത്തിനോ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാനോ വന്നതല്ല ഈ ചർച്ചയിൽ ചിത്ര എന്നുള്ളതാണ്. ഈ പദ്ധതിയുടെ കാര്യം പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. ശരി, ആ പദ്ധതി അറിയാഞ്ഞിട്ടാണോ ചിത്ര? അറിയാഞ്ഞിട്ടാണോ ABCD പദ്ധതി ചിത്രയ്ക്ക് അറിയില്ലേ? പറഞ്ഞ് അവസാനിപ്പിക്കാം. പദ്ധതി പലതും നമുക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ പദ്ധതി നടപ്പിലാക്കണ്ടേ. ഞാൻ പറയട്ടെ, ഈ പദ്ധതിയൊക്കെ പറയുമ്പോഴും നമ്മൾ ഓരോ പദ്ധതി, ഇപ്പൊ ഗോത്രസാരഥി പദ്ധതി ഫണ്ടില്ല, അതുപോലെ തന്നെ ആരോഗ്യ പദ്ധതി പലതും ഫണ്ടില്ല. ആദിവാസിന്റെ ഒരു പദ്ധതിക്കും ഫണ്ടില്ല. ഇനി നമ്മൾ ഈ രേഖകളിൽ മാത്രം ഒതുങ്ങാതെ അല്ലാതെ കുറെ ഞാൻ പറയട്ടെ, അദ്ദേഹം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ലെ, ഞാനത് നേരത്തെ തന്നെ പറഞ്ഞു. ഇതിനകത്ത് ഇവരുടെ അവകാശവാദങ്ങളുടെ വസ്തുത പരിശോധിക്കാൻ CDSനെ അവരെ ഏൽപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഞാൻ പ്രൈവറ്റ് ഏജൻസിയെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. എനിക്കിന്ന് പ്രൈവറ്റ് ഏജൻസി ഒന്നുമില്ല. CDS പോലെയുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു അക്കാദമിക് സ്ഥാപനത്തിന് നമ്മുടെ സമയം പൂർണ്ണമായി അതിക്രമിച്ച സമയം. അതാണ് അത് നേരത്തെ വ്യക്തമാക്കിയത് തന്നെയാണ്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ശ്രീ ചിത്ര നിലമ്പൂർ, NP ചെക്കുട്ടി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്തതിന് സമയം കഴിഞ്ഞുകൊണ്ടാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.